തിരക്കേറിയ എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഈ തിരക്കുള്ള സാറ്റർഡേ മോർണിംഗിൽ എല്ലാവരും ജോയിൻ ചെയ്തതിന് നിങ്ങളെ ആദ്യമായിട്ട് നിങ്ങളോടുള്ള നന്ദി രേഖപ്പെടുത്തിയാണ്. നമുക്കൊരു സൈലന്റ് പ്രയറോട് തുടങ്ങാം. 30 സെക്കൻഡ്സ്. താങ്ക് യു ഓൾ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സാബൂസ് കറിയ. നിങ്ങൾക്ക് മിക്കവാറും എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. MA കോളേജ് USA അലുമിനിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റാണ്. വളരെ അഭിമാനത്തോടു കൂടിയാണ് ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ നമ്മൾ തുടങ്ങുന്നത്. നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും പ്രശസ്തനായിട്ടുള്ള MA കോളേജ് ഒരു അലുമിനിയാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം ലോക പ്രശസ്തനായിട്ടുള്ള ഒരു എൻവയൺമെന്റൽ സ്പെഷ്യലിസ്റ്റ് ആണ്. അദ്ദേഹത്തെക്കുറിച്ച് പിന്നീട് വിശദമായിട്ട് ദീപ ജേക്കബ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നതായിരിക്കും. പ്ലീസ് വെൽക്കം ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ അവർ ചീഫ് ഗസ്റ്റ് ഡോക്ടർ മുരളി തുമ്മാർകുടി. അദ്ദേഹത്തിന്റെ സ്വദേശം ബംഗാളയാണ്. MA കോളേജ് എഞ്ചിനീയറിംഗ് കോളേജില് തുമ്മാരുടിയുടെ മ്യൂട്ട് ചെയ്തോ പ്ലീസ്. മോട്ടിവേഷണൽ സ്പീച്ച് നടത്തുന്നു പറഞ്ഞില്ലായിരുന്നു, ന്യൂസ് അയച്ചില്ല ഞാൻ. ഹലോ, മ്യൂട്ട് ചെയ്യണേ മറ്റുള്ളവരുടെ പ്ലീസ്. ബേസിലെ കേക്കാവോ? ബേസിൽ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അധികം സമയം എടുക്കുന്നില്ല. ഇതിൽ ഇന്നത്തെ ഈ മീറ്റിംഗിന്റെ ഒഫീഷ്യൽ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടിയിട്ട് MA കോളേജ് അസോസിയേഷൻ അലുമിനി USA ജനറൽ സെക്രട്ടറി ജോബി മാത്യുവിനെ ഹാർദമായി ക്ഷണിച്ചു. താങ്ക് യു. ഗുഡ് മോർണിംഗ് എവരിബഡി. എൻ്റെ പേര് ജോബി മാത്യു. എൻ്റെ വീട് കോതമംഗലത്താണ്, പെണ്ടിമന. ഞാൻ 1986-88 MA കോളേജിൽ പ്രീ ഡിഗ്രി പഠിച്ചതാണ്. എല്ലാവരെയും കാണാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട്. എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല സ്വാഗതം പറയുക എന്നുള്ളതാണ്. MACയുടെ സ്വന്തം അലൂമിനിയായ ആഗോളതലത്തിൽ പ്രശസ്തനായ ഒരു വ്യക്തിയാണ് ഡോക്ടർ മുരളി തുമ്മാരുടി. ഇപ്പോൾ അദ്ദേഹം ഡയറക്ടർ G20 ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് യുണൈറ്റഡ് നേഷൻസ് ആയിട്ട് സർവ് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ജീവിതയാത്രയും സേവനങ്ങളും മാർഗദർശന നേഷൻസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പാരമ്പര്യത്തെ ആഗോള വേദികളിൽ എത്തിച്ചതിന്റെ ഉജ്ജ്വല ഉദാഹരണമാണ്. MAC അലുമിനി USA സംഘടിപ്പിക്കുന്ന ഈ വേദിയിൽ ഡോക്ടർ മുരളി സാറിന്റെ അനുഭവങ്ങൾ കേൾക്കാൻ കഴിയുന്നത് ഓരോ അലുമിനിക്കും ഒരു പ്രചോദനമാണ്. പരിസ്ഥിതി സംരക്ഷണത്തിൽ ആഗോള നയരംഗത്ത് യുണൈറ്റഡ് നേഷൻസിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം ചെയ്ത സേവനങ്ങൾ നമ്മെ അഭിമാനിക്കുന്നു. ഒരു മലയാളി പ്രവാസിക്ക് എങ്ങനെ നമ്മുടെ കേരളത്തിനായി സംഭാവനകൾ ചെയ്യാൻ സാധിക്കും എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ഇന്ന് ഡോക്ടർ മുരളി സാർ സംസാരിക്കാനും സമ്മതിക്കാനും വന്നതിൽ വളരെ നന്ദിയുണ്ട്. ഈ മീറ്റിംഗിലേക്ക്, ഈ യോഗത്തിലേക്ക് ഡോക്ടർ മുരളി തുമ്മാരുകുടിയെ ഹൃദയം നിറഞ്ഞ രീതിയിൽ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ MA കോളേജ് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ വിന്നി വർഗീസ് അദ്ദേഹം വരാമെന്ന് ഏറ്റിട്ടുണ്ട്. ഇടയ്ക്ക് മീറ്റിംഗിൽ കയറുമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. സമയം കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തെ കൂടെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ വ്യക്തിപരമായ പേരിലും MA കോളേജ് അസോസിയേഷൻ അലുമിനി USA പേരിലും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു ജോബി. നമുക്ക് ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥിയും സൂം ഇതിന്റെ മെന്ററുമായിട്ടുള്ള ഡോക്ടർ തുമ്മാരുടിയെ ഒഫീഷ്യലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് നമ്മുടെ എഡ്യൂക്കേഷണൽ ചെയർപേഴ്സൺ ദീപ ജേക്കബിനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ദീപ MA കോളേജ് ആർട്സിലെയും എഞ്ചിനീയറിംഗ് കോളേജിലെ അലുമിനിയാണ്. ദീപ ജേക്കബ് പ്ലീസ്. ദീപ അൺമ്യൂട്ട് ചെയ്യണം. ദീപ ഈസ് ഓൺ മ്യൂട്ട്. ഷീസ് ഓൺ ദ മ്യൂട്ട്. ഓക്കെ. ലോകപ്രസിദ്ധനായ നമ്മുടെ മുരളി സാറിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണം, ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും welcome and greetings. Welcome all to today's meeting. We would like to express our deep heartfelt thanks to all who sincerely cooperate, support, encourage the programs of MA College Alumni Association USA. It's my great honor to welcome Dr. Murali Tumarudi,
a proud alumnus of MSCE, Marathanesius College of Engineering, Kodamangalam, to lead our session today. He received BTech from our MACE and he got MTech degree and doctorate degree from IIT Kanpur. Our guest speaker today is an internationally renowned expert in disaster response who played a key role in addressing the environmental aftermath of many major conflicts and disasters, implementing projects in over 35 countries. He has over 3 decades of global management experience in UN as well as in private sector in the field of environment and disaster management. Dr. Murali is the director and coordination of the Coordination Office of UNCCD. Dr. Murali is the director of the Coordination Office of G20 Global Land Initiative Coordination Office of United Nations Convention to Combat Desertification. Chief of Disaster Risk Reduction. Prior to UNCCD, Murali sir was the Chief of Disaster Risk Reduction in the UN Environmental Program. His extensive experience and expertise in disaster response and land restoration issues make him a key figure in addressing environmental challenges globally. An internationally renowned expert in disaster response, Dr. Murali has been involved in post-disaster response and follow-up of almost all major disasters in the 21st century, including Indian Ocean earthquake and tsunami in 2004, Cyclone Nargis, Myanmar in 2008, Haiti earthquake in 2010, Tohoku tsunami 2011, floods in Thailand 2011. He has completed assignments in Afghanistan, Iraq, Syria, Lebanon, the Gaza Strip, Sudan, and dealing with the environmental impacts of conflicts. Before joining the United Nations, Dr. Murali worked as an environmental advisor to the oil companies of the Shell Group in both Southeast Asia and Middle East. He responded to numerous oil spills and oil fires during this period. ഈ അന്താരാഷ്ട്ര സേവനത്തിനൊപ്പം അദ്ദേഹം മലയാളത്തിൽ വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനുമാണ്. ചില നാട്ടുകാര്യം, വീണ്ടും ചില നാട്ടുകാര്യം, കാഴ്ചപ്പാടുകൾ, സുരക്ഷയുടെ പാഠങ്ങൾ, ബുധനും ശങ്കരനും പിന്നെ ഞാനും തുടങ്ങിയ ഗ്രന്ഥങ്ങൾ മലയാള വായനക്കാരുടെ ഹൃദയങ്ങളിൽ ഇടം നേടി. കേരള സാഹിത്യ അക്കാദമിയുടെ ഹാസ്യ സാഹിത്യ പുരസ്കാരവും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പരിസ്ഥിതി, കുടിയേറ്റം, സാമൂഹിക ഉത്തരവാദിത്വം തുടങ്ങിയ വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ ചിന്തകളും എഴുത്തുകളും കേരളത്തെയും ഇന്ത്യയെയും ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രിയ മുരളി സാർ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ വെങ്ങോല എന്ന സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. അദ്ദേഹത്തിന്റെ പിതാവ് രാമൻ നായരും അമ്മ കമലാക്ഷി അമ്മയുമാണ്. പ്രിയ മുരളി സാറിന്റെ റൈറ്റിംഗ്സിൽ കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ലഭിച്ചത് വീണ്ടും ചില നാട്ടുകാര്യങ്ങൾ എന്ന ഓർമ്മക്കുറിപ്പിനാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം ലോകമെങ്ങും ചിതറിപ്പാർക്കുന്ന മലയാളികൾക്ക് എങ്ങനെ നമ്മുടെ കേരളത്തിന്റെ ഡെവലപ്മെന്റിനെ സഹായിക്കാം എന്നുള്ളതാണ്. താൻ സഞ്ചരിച്ച സ്ഥലങ്ങളിലും പോയിടങ്ങളിലൊക്കെയും പഠിച്ചതും കണ്ടതുമായ കാര്യങ്ങളൊക്കെയും നമ്മുടെ ജനങ്ങളുടെ അവസ്ഥകളും അവരുടേതായ അവരുടെ ആബാല ജനത്തിന്റെ ഹൃദയങ്ങളെ തൊട്ടറിഞ്ഞ് പ്രിയ മുരളി സാർ ആ ആശയങ്ങളൊക്കെയും ജനഹൃദയങ്ങളിലേക്ക് പകർന്നു കൊടുക്കുവാനും അവരെയൊക്കെയും ഒരുമിപ്പിച്ച് അവരെയൊക്കെ ബോധവൽക്കരിച്ച് ഒരു പുതിയൊരു കേരളം എന്ന സ്വപ്നം കൊണ്ടു നടക്കുന്ന ഒരാളാണ് പ്രിയ മുരളി സാർ. എന്തുകൊണ്ടും നമ്മുടെ ഈ വിഷയത്തിൽ ഇന്ന് കൈകാര്യം ചെയ്യുവാനായിട്ട് എന്തുകൊണ്ടും നമുക്ക് യോഗ്യതയുള്ള ഒരാളാണ് പ്രിയ മുരളി സാർ. പ്രിയ മുരളി സാറിനെ ഇന്നത്തെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ഫ്ലോർ ഈസ് യുവേഴ്സ്, മുരളി സാർ.
താങ്ക് യു ബീബ, വളരെ ജനറസ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ആണ്. താങ്ക് യു സാബു, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സാജൻ, മറ്റ് സുഹൃത്തുക്കളെ കോതങ്കലത്തും ചുറ്റുമുള്ള പോടക്കാലിൽ നിന്നുള്ള ആളുകളുണ്ടെന്ന് പറഞ്ഞു. മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ എല്ലാവരെയും വെർച്വലായിട്ടാണെങ്കിലും ഒരിക്കൽ കൂടി കാണാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. ബീബ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. കേരളത്തെ പറ്റി എപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. കേരളത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം, മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയും ഉള്ളൊരു ഒപ്റ്റിമിസ്റ്റ് കൂടിയാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കേരളത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമ്മളെപ്പോലുള്ള പ്രവാസികൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ പ്രത്യേകിച്ചും അമേരിക്കയിൽ നിന്നുള്ള പ്രവാസികളുടെ ഒരു റോൾ എന്താണ് എന്നുള്ളതാണ് ഞാൻ പ്രധാനമായിട്ടും പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതൊരു വൺ വേ സ്ട്രീറ്റ് ആയിട്ടല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ കുറച്ച് നേരം സംസാരിക്കും, അതിനുശേഷം നിങ്ങളുടെ ചോദ്യങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഉണ്ടാകുമല്ലോ. ഇപ്പം എൻ്റെ അഭിപ്രായം പോലെയല്ല, നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയനും ഉണ്ടാകാം, എതിരഭിപ്രായങ്ങളും ഉണ്ടാകാം. അപ്പോൾ അതിൽ ഇപ്പം എൻ്റെ അഭിപ്രായത്തിന് പ്രത്യേകിച്ചൊരു ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറയുന്ന തരത്തിലൊരു രീതി എനിക്കില്ല. പക്ഷേ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി കേട്ടുകൊണ്ടാണ് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ തിങ്കിങ്ങിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് റിഫൈൻ ചെയ്യുന്നതും ഫോർമുലേറ്റ് ചെയ്യുന്നു. ആദ്യമായിട്ടൊരു ചെറിയൊരു സംഭവിച്ചൊരു കാര്യം പറയാം. ഞാൻ ഒരിക്കൽ വിയന്നയിൽ പോയിരുന്നു, ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയുടെ ഹെഡ് ക്വാർട്ടറിൽ. 20 വർഷം മുമ്പാണ്. അന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ വളരെ സീനിയർ ആയിട്ടുള്ളൊരു ഉദ്യോഗസ്ഥനായിട്ടൊരു മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു എവിടെ നിന്നാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ ഇന്ത്യയിൽ എവിടെ നിന്നാണ്? കേരളത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കേരളം എനിക്കറിയാം എന്ന് പറഞ്ഞു. നമുക്കെല്ലാം അറിയാമല്ലോ, പുറമേ നിന്നുള്ള ആളുകൾ കേരളത്തെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിൽ അവർ കേട്ടിട്ടുള്ള വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ കാലത്ത് ആണെങ്കിൽ ഹൗസ് ബോട്ടിനെ പറ്റിയിട്ടായിരിക്കാം, ആനകളെ പറ്റിയിട്ടായിരിക്കാം, അങ്ങനെയുള്ള വളരെ പരിമിതമായ കാര്യങ്ങളെ പറ്റിയിട്ടാണ് പൊതുവെ കേരളത്തെ പറ്റി മറ്റു നാട്ടുകാർ അറിയുന്നത്, അല്ലെങ്കിൽ നേഴ്സുമാരെ പറ്റിയിട്ടാകാം. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താണ് കേരളത്തെ പറ്റി കേട്ടിട്ടുള്ളത് എന്ന് ചോദിച്ചു. അദ്ദേഹം ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയിലെ ഉദ്യോഗസ്ഥനാണല്ലോ. അദ്ദേഹം പറഞ്ഞു ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ ഉള്ള സ്ഥലമാണ് കേരളം. അപ്പോൾ എനിക്ക് വാസ്തവത്തിൽ അല്പം പേടിയായി. ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ ഏറ്റവും കൂടുതലുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ചോദിച്ചു അതിനെന്തെങ്കിലും ഒരു പ്രത്യാഘാതമുണ്ടോ, നമുക്ക് എന്തെങ്കിലും രോഗം ഉണ്ടാവുക, അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെയല്ല, റേഡിയേഷൻ ലോകത്ത് എല്ലായിടത്തും ഉണ്ട്, കേരളത്തിൽ അല്പം കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളുടെ ജീൻസിന് മ്യൂട്ടേഷൻ സംഭവിക്കുന്നത് ഈ റേഡിയേഷൻ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ കേരളത്തിൽ സ്വാഭാവികമായിട്ടും ആ മ്യൂട്ടേഷൻ്റെ റേറ്റ് ഹയർ ആയിരിക്കും. അപ്പോൾ മനുഷ്യനിൽ നിന്ന് പുതിയൊരു ജീവി ഉണ്ടാകുകയാണെങ്കിൽ അത് കേരളത്തിൽ നിന്നായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് അദ്ദേഹം പകുതി തമാശയായിട്ടും പകുതി കാര്യമായിട്ടുമാണ് പറഞ്ഞത്. കാരണം മ്യൂട്ടേഷൻ സംഭവിക്കുക എന്ന് പറയുന്നത് മില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിഞ്ഞ് സംഭവിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് അടുത്ത 50 വർഷത്തിലോ 100 വർഷത്തിലോ 100 ലക്ഷം വർഷത്തിൽ 100,000 വർഷത്തിലോ സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല. പക്ഷെ ഭാവി എന്ന് പറയുന്നത് മലയാളികളുടെ കയ്യിലാണെന്ന് അദ്ദേഹം പകുതി കാര്യമായിട്ടും പകുതി തമാശയായിട്ടും പറഞ്ഞു വെച്ചു. ഞാനിത് പ്രവാസികളുമായിട്ട് സംസാരിക്കുമ്പോൾ പലപ്പോഴും പറയാറുണ്ട്. കാരണം കേരളത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് വാസ്തവത്തിൽ കേരളത്തിലല്ല സംഭവിക്കുന്നത്. കേരളത്തിൻ്റെ ഭാവി എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ പ്രവാസികളിലേക്കാണ് നോക്കേണ്ടത്. പ്രവാസികൾ ഇന്ന് ചിന്തിക്കുന്നതാണ് നാളെ കേരളത്തിലുള്ള ആളുകൾ ചിന്തിക്കുന്നത്. നമ്മൾ ഇന്ന് മലയാളികൾ എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്ത് എല്ലാ സ്ഥലത്തും തന്നെ മലയാളികളുണ്ട്. എനിക്ക് തോന്നുന്നു ലോകത്ത് 120ഓളം രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. അതിൽ ഗാസ സ്ട്രിപ്പ് ഒഴിച്ചുള്ള എല്ലാ സ്ഥലങ്ങളിലും ഞാൻ മലയാളികളെ കണ്ടിട്ടുണ്ട്. വാസ്തവത്തിൽ പാലസ്തീനിലെ അന്നത്തെ ഇന്ത്യൻ എംബസിയിൽ ഉണ്ടായിരുന്നത് ഒരു മലയാളിയായിരുന്നു. അദ്ദേഹം ഗാസ സ്ട്രിപ്പിലായിരുന്നില്ല, വെസ്റ്റ് ബാങ്കിലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വേൾഡ് മലയാളി ഫെഡറേഷനിൽ 168 രാജ്യങ്ങളിൽ അംഗങ്ങളുണ്ട്. 190 രാജ്യങ്ങൾ, 193 രാജ്യങ്ങളാണ് UN തന്നെ അംഗരാജ്യങ്ങളായിട്ടുള്ളത്. മറ്റ് സ്ഥലങ്ങളിൽ അംഗരാജ്യങ്ങളില്ല, മലയാളികൾ അസോസിയേഷൻ ഇല്ല എന്നുള്ളതല്ല,
ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. എത്രമാത്രം സ്ഥലങ്ങളിൽ മലയാളികൾ ഇന്നുണ്ടെങ്കിലും കാലാകാലമായി മൈഗ്രൻസ് ആയിട്ടുള്ള ഒരു സമൂഹമായിരുന്നില്ല കേരളം. ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് മൈഗ്രേഷൻ, ഇപ്പൊ നമ്മൾ ഫിജിയിലും മഡഗാസ്കറിലും ഒക്കെ മൈഗ്രൻസ് ആയി കാണുന്ന ആളുകളിൽ മലയാളികളുടെ പാരമ്പര്യം അവിടെയില്ല. അത് അമേരിക്കയിൽ അടിമത്തം ഏതാണ്ട് ഇല്ലാതാകുന്ന കാലത്ത് അടിമത്തത്തിനും ലേബർ സപ്ലൈക്കും ഇടയ്ക്ക് ഇൻഡെൻജേർഡ് ലേബർ എന്ന് പറയുന്ന ഒരു ചെറിയൊരു പീരീഡ് ഉണ്ടായിരുന്നു. അതായത് ആളുകളെ കുടുംബമായി മറ്റു രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോവുക, അവർ 5 വർഷം അവിടെ ജോലിയെടുത്ത് ഫ്രീ ആയിട്ട് ജോലി എടുക്കും, അതിനുശേഷം അവർക്ക് കുറച്ച് സ്ഥലമെല്ലാം കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു. അങ്ങനെയാണ് ഫിജിയിലും മഡഗാസ്കറിലും ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലും കരീബിയനിലും ഒക്കെ ഇന്ത്യക്കാരെ നമ്മൾ കാണുന്നത്. അത് ഏതാണ്ട് 200 വർഷത്തിന് ഏറെയായൊരു കുടിയേറ്റമാണ്. അതിൽ മലയാളികളില്ല. 1850-കളിൽ ഇപ്പൊ റെയിൽവേ ഒക്കെ ഉണ്ടായി തുടങ്ങിയ കാലഘട്ടത്തിലാണ് രണ്ടാമത്തെ ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റം വരുന്നത്. ഇപ്പൊ സൗത്ത് ആഫ്രിക്കയിൽ ഇപ്പൊ ഗാന്ധിജി പോയ കുടിയേറ്റമൊക്കെ ഉണ്ടല്ലോ. ഗാന്ധിജി പോയതെന്ന് പറഞ്ഞാൽ കുടിയേറ്റക്കാർക്ക് ലീഗൽ സപ്പോർട്ട് കൊടുക്കാനായിട്ടാണ് ഗാന്ധിജി പോകുന്നത്. അപ്പൊ അത് സംഭവിക്കുന്ന ഒരു 1860 തൊട്ട് ഉള്ള പീരീഡാണ്. അപ്പൊ റെയിൽവേ ഒരു സൈഡിൽ കൂടെ ചൈനയിൽ നിന്ന് ചായ അടിച്ചു മാറ്റി അത് കോളനികളിൽ സ്ഥാപിക്കുന്ന ഒരു കാലഘട്ടം. ഈ രണ്ട് ഇതുകൊണ്ടാണ് രണ്ടാമത്തെ കുടിയേറ്റത്തിന്റെ വേവ് ഉണ്ടാകുന്നത്. അതിലും മലയാളികളില്ല. മൂന്നാമത്തെ കുടിയേറ്റത്തിന്റെ ഒരു വേവ് ഉണ്ട് 1900-ന് ശേഷം. അതാണ് ശ്രീലങ്കയിലേക്കും മലേഷ്യയിലേക്കും ഒക്കെ ആളുകൾ പോകുന്നത്. അന്നാണ് ബ്രിട്ടീഷ് മലബാറിന്റെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ കുടിയേറ്റത്തിനായിട്ട് പോകുന്നത്. അതാണ് മലയാളികളുടെ ഒന്നാമത്തെ വ്യാപകമായിട്ടുള്ള കുടിയേറ്റം സംഭവിക്കുന്നത്. രണ്ടാമത് 1960-കളിൽ യൂറോപ്പിലേക്ക് പ്രധാനമായിട്ടും നേഴ്സുമാരാകാനായിട്ട് മധ്യ കേരളത്തിൽ നിന്നും പോയ ഒരു കുടിയേറ്റമാണ്. മൂന്നാമത്തേത് 1970-കളിൽ ഒന്നാമത്തെ ഓയിൽ ഷോക്കിന് ശേഷം ഗൾഫിലുണ്ടായ ഓയിൽ ബൂം, അതിന് ഫ്യൂൽ ചെയ്യാനായിട്ടുള്ള മലയാളികളുടെ അൺസ്കിൽഡ് ആയിട്ടുള്ള ലേബറിന്റെ ഒരു വലിയൊരു ഒഴുക്ക്. അപ്പൊ ഈ കാലഘട്ടത്തിലൊന്നും അമേരിക്ക അത്രമാത്രം വ്യാപകമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പൊ അമേരിക്കയിൽ വളരെ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ചില ആളുകളുടെ എൻട്രി അവിടെയുണ്ട്, ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്റെ ഒരു എൻട്രി അവിടെയുണ്ട്. പക്ഷേ ഈ മറ്റേ ഇത് പറഞ്ഞ പോലെയുള്ള വ്യാപകമായിട്ടുള്ള ഇൻഫ്ലക്സ് അമേരിക്കയിലേക്ക് സംഭവിച്ചിട്ടില്ല. 1990-കളിൽ IT ജനറേഷൻ വരുന്നു, Y2K വരുന്നു, വ്യാപകമായിട്ടുള്ളൊരു വലിയൊരു കുടിയേറ്റം ഇന്ത്യയിൽ മൊത്തം ഉണ്ടാവുന്നു. അതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ നിന്നും ആളുകൾ അമേരിക്കയിലേക്ക് വരുന്നു. ഇപ്പോൾ കുടിയേറ്റത്തിന്റെ ഒരു 5ാമത്തെ വേവ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ടാകും. അമേരിക്കയിൽ എന്തുമാത്രം പ്രൊണൗൺസ്ഡ് ആണെന്ന് അറിയില്ല. കാനഡയിലും UK ഓസ്ട്രേലിയയിലും എല്ലാം മലയാളി വിദ്യാർത്ഥികളുടെ വലിയൊരു ഒഴുക്ക് ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. സംഭവിച്ചുകൊണ്ടിരുന്നു. ഈ വർഷം അല്പം കുറവാണ്. പക്ഷെ ഈ കുടിയേറ്റങ്ങളെല്ലാം അമേരിക്കയിലുള്ള കുടിയേറ്റത്തിന് ഒരു ചെറിയ മാറ്റമുണ്ട്. മറ്റുള്ള എല്ലാ കുടിയേറ്റത്തിന്റെ വേവ് ഒരു ഡിസ്ട്രസ് മൈഗ്രേഷനാണ്. ഇവിടെ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത്, കേരളത്തിൽ നിൽക്കുന്നു, അവിടെ നിൽക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഒരു പുഷ് ഫാക്ടർ പോലെ നമ്മൾ മറ്റിടത്തേക്ക് പോവാണ്. പക്ഷെ അമേരിക്കയിലേക്കുള്ള ഒരു കുടിയേറ്റം അങ്ങനെയല്ല സംഭവിച്ചത്. പ്രധാനമായിട്ടും അമേരിക്കയിൽ നമ്മളുടെ നാട്ടിൽ നിൽക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത ആളുകൾ അമേരിക്കയിലേക്ക് പോവുകയല്ല ചെയ്തത്. അപ്പൊ അമേരിക്കയിലേക്ക് അങ്ങനെ വരുന്ന ആളുകളുണ്ട്. പക്ഷെ മലയാളികളുടെ അമേരിക്കയിലേക്കുള്ള കുടിയേറ്റം അങ്ങനെ ആയിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ബ്രെയിൻ ഡ്രെയിൻ എന്നെല്ലാം പറഞ്ഞ് വറി ചെയ്യുമ്പോൾ അതിലേറ്റവും കൂടുതൽ എലീറ്റ് ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആളുകൾ പോയിട്ടുള്ളത് അമേരിക്കയിലേക്കാണ്. മറ്റു സ്ഥലങ്ങളിലേക്ക് ആളുകൾ പോയിട്ടുണ്ട്, പക്ഷെ അത് ഒരു സെലക്റ്റീവ് ആയിട്ടുള്ളൊരു മൈഗ്രേഷൻ ആയിരുന്നില്ല, ഡിസ്ട്രസ് ആയിട്ടുള്ളൊരു മൈഗ്രേഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ തിരിച്ച് നമ്മളുടെ നാട്ടിലേക്ക് സംഭാവന ചെയ്യാനായിട്ട് ഏറ്റവും കേപ്പബിൾ ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ആളുകൾ ഉള്ളതും അമേരിക്കയിൽ തന്നെയാണ്. മറ്റുള്ള നാടുകളിൽ നിന്നുള്ള ആളുകൾ സംഭാവന ചെയ്യുന്നില്ല എന്നുള്ളതല്ല, പക്ഷെ അത് വേറെ തരത്തിലാണ്. ഇപ്പൊ ഗൾഫിൽ നിന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇപ്പോൾ കേരളത്തിൽ നിന്ന് 23 ലക്ഷം മലയാളികൾ കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ 70% ഗൾഫിൽ നിന്നാണ്. കേരളത്തിലേക്ക് വരുന്ന റെമിറ്റൻസിന്റെ വലിയൊരു ശതമാനം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് ഇപ്പോഴും
വരുന്നത്. അപ്പോൾ ആ ബൾക്ക് എമൗണ്ട് ഓഫ് റെമിറ്റൻസ് എന്നുള്ള അർത്ഥത്തിൽ തീർച്ചയായിട്ടും ഗൾഫിന് വലിയൊരു പ്രാധാന്യമുണ്ട്. ബൾക്കായിട്ട് ആളുകളെ അബ്സോർബ് ചെയ്യുന്നൊരു എംപ്ലോയ്മെന്റ് മാർക്കറ്റ് എന്നുള്ള നിലയിലും ഗൾഫിന് വലിയൊരു പ്രാധാന്യമുണ്ട്. പക്ഷേ ആശയങ്ങളുടെ തിരിച്ചുവരവിന് ഉള്ള കൂടുതൽ സാധ്യത അമേരിക്കയിൽ തന്നെയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഇവിടെയാണ് നമ്മൾ ഇപ്പം അമേരിക്കയിൽ നിന്നുള്ളൊരു പ്രവാസി ഡയാസ്പോറ എന്താണ് കേരളത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഒരു പ്രസക്തി. പക്ഷെ അങ്ങനെ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കേരളത്തെ ഒന്ന് പോസിറ്റീവായിട്ട് വിലയിരുത്താനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ പലപ്പോഴും കേരളത്തിൽ നിന്ന് മാറിയിരുന്ന് കേരളത്തെ കാണുമ്പോൾ കേരളത്തെ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വലുതാക്കി കാണാനാണ് നമ്മളുടെ ഒരു ടെൻഡൻസി. പാർട്ട്ലി നമ്മളുടെ കേരളത്തെ പറ്റിയുള്ള പ്രതീക്ഷ കൂടുതലായതുകൊണ്ടും പാർട്ട്ലി നമ്മുടെ മാധ്യമങ്ങൾ നെഗറ്റീവിനെ ഏത് സമയവും പ്രൊജക്റ്റ് ചെയ്യുന്നതുകൊണ്ടുമാണ്. പക്ഷെ നമുക്ക് കേരളത്തെ പറ്റി കൂടുതൽ സ്ട്രക്ചറലായി ക്വാണ്ടിറ്റേറ്റീവായിട്ട് ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 70 വർഷം 1956 കേരളം രൂപീകരിച്ചതിന് ശേഷമുള്ള വർഷങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിശയകരമായിട്ടുള്ള പ്രോഗ്രസ് ഉണ്ടാക്കിയിട്ടുള്ളൊരു സ്ഥലമാണ് കേരളം. ഞാൻ പലപ്പോഴും കേരളത്തെ ഒരു നമ്മളൊക്കെ ബൂമറാണല്ലോ. നമ്മളെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മെജോറിറ്റി ഇവിടെ ഇരിക്കുന്ന ആളുകൾ 60 വയസ്സിന് മുകളിലുള്ള ആളുകളെല്ലാം ബൂമർ എന്ന് പറയുന്ന പുതിയ തലമുറ ലുക്ക് ഡൗൺ അപ്പോൺ ചെയ്യുന്ന ഒരു തലമുറയാണ്. ആ തലമുറയുടെ ഒരു പ്രതിനിധി പോലെയാണ് കേരളം. 1956 എന്ന് പറയുമ്പോൾ ആ ബൂമർ പീരീഡിൽ ഫോം ചെയ്യപ്പെട്ടൊരു സംസ്ഥാനമാണല്ലോ. പക്ഷെ ബൂമറെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ ഫൗണ്ടേഷനാണ് നമുക്ക് ലഭിച്ചത്. ആ ഫൗണ്ടേഷനിൽ നിന്ന് നമ്മൾ എവിടെ നമ്മളെ വ്യക്തിപരമായി ബൂമർ എന്ന് പറയുന്ന ജനറേഷൻ നമ്മൾ എത്തിച്ചു. അതുപോലെ തന്നെയാണ് കേരളത്തെ നമ്മൾ കാണേണ്ടത്. 1956 കേരളത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രമായ സംസ്ഥാനങ്ങളുടെ ക്വാർട്ടൈൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോവസ്റ്റ് 25% കേരളം ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഹയസ്റ്റ് ക്വാർട്ടൈൽ ഇൻകത്തിലുള്ള സ്ഥലമാണ് കേരളം. കേരളത്തിന്റെ മറ്റുള്ള ഓരോ ഇൻഡിക്കേറ്ററും ഒന്നിനു പുറകെ ഒന്നായി ഇന്ത്യയിൽ എക്സൽ ചെയ്യാണ്. ദാറ്റ്സ് നോട്ട് ഇനഫ്, പക്ഷേ ഇറ്റ് ഈസ് എ ഫാക്ട്. നമ്മുടെ കഴിഞ്ഞ ദിവസം ഇൻഫന്റ് മോർട്ടാലിറ്റി എന്ന് പറയുന്ന 1000-ൽ 5 താഴേക്ക് വന്നു. അതൊക്കെ ലോക നിലവാരമാണ്. നമ്മളുടെ ക്രൈം റേറ്റ് നിങ്ങൾക്കത് അറിയുമെന്നറിയില്ല. കേരളത്തിലെ ഹോമിസൈഡ് റേറ്റ്, അതായത് കൊലപാതകത്തിൻ്റെ റേറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ന്യൂസിലാൻഡ് എല്ലാം പോലെ ലോകത്തെ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളുടെ റേറ്റിലാണ്. 1,00,000-ൽ 1 താഴെയാണ് കേരളത്തിലെ ഹോമിസൈഡ് റേറ്റ്. സൗത്ത് അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് 20-ന് മുകളിലാണ്. 1,00,000-ൽ 20-ന് മുകളിൽ ആളുകളിലാണ് സൗത്ത് അമേരിക്കയിൽ ഓരോ വർഷവും കൊല്ലപ്പെടുന്നത്. അത് കേരളത്തിൽ 1,00,000-ൽ 1 താഴെയാണെന്ന് മാത്രമല്ല, 1960-കളിൽ എന്തുമാത്രം ഹോമിസൈഡ് ഉണ്ടായിരുന്നോ അതിലും കുറവാണ് ഇന്ന് കേരളത്തിൽ. അന്ന് 1960-ൽ നമ്മളുടെ ജനസംഖ്യ ഇന്നത്തെ 3-ൽ 2 എന്നിട്ട് പോലും ആ കാലഘട്ടത്തിലും കുറവ് മർഡറാണ് ഉണ്ടാകുന്നത്. നമ്മൾ പലപ്പോഴും പറയും ഭയങ്കരമായി നമ്മളുടെ ക്രമസമാധാനം എല്ലാം തകർന്നു എന്നെല്ലാം. പക്ഷെ വാസ്തവത്തിൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഫിഗർ കാണിക്കുന്നതെല്ലാം മറുവശത്തേക്കാണ്. നമ്മളുടെ പരിസ്ഥിതി എന്ന് പറയുന്നത് എഗെയിൻ നമ്മളെപ്പോഴും പറയും നമ്മളുടെ പരിസ്ഥിതി വളരെ കുഴപ്പത്തിലാണ്. പക്ഷെ പ്രായോഗികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നേരെ തിരിച്ചാണ്. നമ്മളുടെ വനഭൂമിയുടെ എക്സ്റ്റെൻറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. നിങ്ങളിൽ 60 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ഓർമ്മയുണ്ടാകാം, നമ്മളുടെ ചെറുപ്പത്തിൽ നമ്മളുടെ വീട്ടിൽ ഉണ്ടായിരുന്ന മരങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിറകിനായിട്ട് ഉപയോഗിക്കണമായിരുന്നു, നമ്മളുടെ വീട് നിർമ്മിക്കണമെങ്കിൽ ഉപയോഗിക്കണമായിരുന്നു, നമ്മളുടെ ചവറിനായിട്ട് ഉപയോഗിക്കണമായിരുന്നു, നമ്മളുടെ വീട്ടിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു എമർജൻസി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ക്യാഷ് ഡെപ്പോസിറ്റ് ആയിട്ട് ഉപയോഗിക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ നാട്ടിലുണ്ടായിരുന്ന
മൊത്തം ഗ്രീനറി എന്ന് പറയുന്നത് ഇന്നുള്ളതിലും കുറവായിരുന്നു. ഇത് ഇന്നത്തെ തലമുറ ഒരുപക്ഷെ മനസ്സിലാക്കുന്നില്ല. അവർ വിചാരിക്കുന്നത് പണ്ട് വളരെ സമ്പന്നമായ വളരെ ഹരിതാപവും ഉള്ളൊരു കേരളം ഉണ്ടായിരുന്നു, അതിനുശേഷം അത് താഴേക്ക് പോയി എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല. കെമിക്കൽ ഫെർട്ടിലൈസർ വന്നതോടെ നമ്മളുടെ ഫ്യൂവൽ, കുക്കിംഗ് ഫ്യൂവൽ മാറിയതോടെ, നമ്മളുടെ എക്കണോമിക് ആവശ്യങ്ങൾ കുറഞ്ഞതോടെ, നമ്മളുടെ കൃഷിയുടെ ആവശ്യം കുറഞ്ഞതോടെ കേരളത്തിലെ മൊത്തം ഗ്രീനറി എന്ന് പറയുന്നത് ഗ്രാജുവലായിട്ട് കൂടുകയാണ് ചെയ്തത്. കേരളത്തിൽ 8 ലക്ഷം ഹെക്ടറിലാണ് നെൽകൃഷി ഉണ്ടായത്. അതിപ്പോൾ 2 ലക്ഷം ഹെക്ടറിൽ താഴെയാണ്. പക്ഷെ എഗെയിൻ നമ്മൾ 50 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കറിയാം, പട്ടിണി ഉണ്ടായിരുന്ന ഒരു കേരളത്തിൽ നിന്ന് പട്ടിണി ഇല്ലാത്തൊരു കേരളമാണ് ഇന്ന് ഉള്ളത്. ഇപ്പം ഇന്ന് കേരളത്തിൽ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒബീസിറ്റിയാണ്, മാൽനറിഷ്മെന്റൽ. അപ്പം ആ ഒരു ട്രാൻസിഷനിൽ കൂടെ കടന്നു പോയിട്ടുള്ള ഒരു സ്ഥലമാണ് കേരളം. അത് ഇതിനെപ്പറ്റി തീർച്ചയായിട്ടും നമുക്കൊരു പ്രൈഡിൻ്റെ ഒരു ആവശ്യമുണ്ട്. അത് ആ കോണ്ടെക്സ്റ്റിൽ വേണം നമ്മൾ കേരളത്തെ അനലൈസ് ചെയ്യാനായിട്ട്. അതേസമയം തന്നെ ഡെമോക്രസി എന്ന് പറയുന്നത് വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേരളം. നിങ്ങൾ ഈ 6 ഡിഗ്രി ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്ന ഒരു തിയറി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. അതായത് 6 ഡിഗ്രി ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത് 1920s ഉണ്ടാക്കിയ ഒരു ഫിലോസഫിക്കൽ മെന്റൽ തോട്ട് എക്സ്പെരിമെന്റ് ആയിരുന്നു. അതായത് ലോകത്തിലുള്ള ഏതൊരു മനുഷ്യനും ലോകത്തിലുള്ള മറ്റേതൊരു മനുഷ്യനുമായി കണക്ട് ചെയ്യാനായിട്ട് എത്ര കണ്ണികൾ ഇടയിൽ ഉണ്ടാകുമെന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പൊ ഞാനും അമേരിക്കൻ പ്രസിഡന്റും തമ്മിൽ എത്ര കണക്ട് കൊണ്ട് അവിടെ എത്താനായിട്ട് സാധിക്കും? ഞാൻ അറിയുന്ന ആരെങ്കിലും ഒരാളെ വേറെ ആളെ അറിയും, അയാൾ വേറെ ആളെ അറിയും, അയാൾ ഇവൻച്വലി അമേരിക്കൻ പ്രസിഡന്റിനെ അറിയും. അത് ഏത് പോയിന്റിൽ നിന്ന്, ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് മാത്രമല്ല റഷ്യൻ പ്രസിഡന്റ് ആവാം, അതുപോലെ ഏത് ആംഗിളിൽ നിന്നും വേണമെങ്കിലും അതിനെടുക്കാം. അന്ന് ആ തോട്ട് എക്സ്പെരിമെന്റിൽ അവർ കണ്ടെത്തിയത് ലോകത്തെ മൊത്തം ആളുകളിൽ ഉള്ള ഡിഗ്രി ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത് 6 ആണെന്നാണ്. അത് 6 കൈപ്പാടകലെയാണ് ഏതൊരു മനുഷ്യനും എന്നാണ്. അത് വലിയൊരു അതിശയമായിരുന്നു. നമ്മൾ സാധാരണഗതിയിൽ വിചാരിക്കുന്നത് വളരെ ദൂരെയാണെന്നുള്ളതല്ലേ. പക്ഷെ ഒരിക്കൽ പോലും ഈ സോഷ്യൽ മീഡിയ വരുന്നത് വരെ ഒരിക്കലും അത് ആളുകൾക്കത് വെരിഫൈ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ 1 ബില്യൺ ആളുകളെ കണക്ട് ചെയ്ത സമയത്ത് അവർ ഈ തിയറി അൽഗോരിതം വെച്ച് വെരിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിശയകരമായ അവർ കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാസ്തവത്തിൽ ലോകത്തിലെ ഡിഗ്രി ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത് 5-ന് താഴെയാണ്. അത് വളരെ ഇന്റർകണക്റ്റഡ് ആണ് ലോകം. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളം എന്ന് പറയുന്നത് അതിലും ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. കേരളത്തിലെ ഏതൊരു പാവപ്പെട്ട ഏതൊരാൾക്കും കേരളത്തിന്റെ അധികാരത്തിന്റെ ഹയസ്റ്റ് ലെവലിലേക്ക് എത്താനായിട്ട് 2-3 ഡിഗ്രി ഓഫ് സെപ്പറേഷൻ മാത്രമേ ഉള്ളൂ. കേരളത്തിന്റെ തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ, കർണാടകത്തിൽ പോയി കഴിഞ്ഞാൽ, UP-യിൽ പോയി കഴിഞ്ഞാൽ സ്ഥിതി ഇതല്ല. അധികാരവുമായിട്ട് വളരെ വ്യത്യാസമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഡെമോക്രസി വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേരളം. അപ്പോൾ വലിയ സാമ്പത്തിക പുരോഗതി ഉണ്ടായിരിക്കുന്നു, സാമൂഹ്യ പുരോഗതി ഉണ്ടായിരിക്കുന്നു, ആരോഗ്യത്തിൽ പുരോഗതി ഉണ്ടായിരിക്കുന്നു. അതേസമയം തന്നെ ഡെമോക്രസി പ്രിസർവ് ചെയ്തിരിക്കുന്നു, ഡീപ്പ് റൂട്ടഡ് ആയിരിക്കുന്നു. ഈ ഒരു കോണ്ടെക്സ്റ്റിലേക്കാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതിൽ ആദ്യം നമ്മൾ ഈ കേരളത്തിലുള്ള ആളുകൾ, പ്രത്യേകിച്ചും രാഷ്ട്രീയ രംഗത്തും ഔദ്യോഗിക രംഗത്തുള്ള ഒരാളുകളുടെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് വിദേശത്തുള്ള ആളുകൾക്ക് പൊതുവെ ധാരാളം പണമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പണത്തിന് വേണ്ടിയിട്ടാണ് അവർ പ്രധാനമായിട്ടും നമ്മളുടെ നേരെ നോക്കുന്നത്. ഇത് 2 അർത്ഥത്തിൽ തെറ്റിദ്ധാരണയാണ്. ഒന്നാമത് വിദേശത്തെത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് എക്സസീവ് ആയിട്ടുള്ള ക്യാപിറ്റൽ ഉണ്ട് എന്നുള്ളതല്ല. തീർച്ചയായിട്ടും നമ്മളുടെ സാമ്പത്തിക നില നാട്ടിലെ ശരാശരിയേക്കായും നല്ലതാണ്. പക്ഷെ നമ്മളുടെ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത് വലിയ ബൾക്കായിട്ട് ഉള്ള കെട്ടിയിരിപ്പൊന്നുമില്ല. രണ്ടാമത്തേത്, അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്നത് ഒരു പേട്രിയോട്ടിക് ആയിട്ട് എടുക്കുന്ന ഡിസിഷനല്ല, ഇമോഷണൽ ആയിട്ട് എടുക്കുന്ന ഡിസിഷനല്ല, റാഷണൽ ആയിട്ട് എടുക്കുന്ന ഡിസിഷനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ whatever limited capital we have, we may not actually go and invest it there just because we are from that place. I think if you do that, I think that's the wrong thing to do. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നാട്ടിലേക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്നുള്ളത് ചിന്തിക്കുമ്പോൾ അത് ക്യാപിറ്റലാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയുടെ ആവശ്യം നമുക്കില്ല. ക്യാപിറ്റലിന് അപ്പുറമുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനുണ്ട്. പ്രധാനമായും
കേരളത്തിൽ നിന്ന് പഠിച്ച് പുറത്തു വന്നു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന അനവധി കാര്യങ്ങളുണ്ട്. ഒന്നാമത് ഉണ്ടാകുന്ന നമ്മുടെ സ്കില്ലിൽ ഉണ്ടാകുന്ന വലിയൊരു എസ്കലേഷനാണ്. ഏതൊരു ലെവലിലാണെങ്കിൽ അതിപ്പോൾ US കഴിയുമ്പോൾ നിങ്ങൾ ടെക്നോളജിയുടെ എല്ലാം എഡ്ജിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണല്ലോ. പക്ഷെ അത് US ഇപ്പോൾ നമ്മൾ ഗൾഫിൽ പോകുന്ന ഒരാളെടുക്കുക, ഒരു കുക്കിംഗ് ചെയ്യാനായിട്ട് പോകുന്ന ഒരാളെടുക്കുക. അപ്പോൾ എങ്ങനെയാണ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, പ്രോപ്പർ ആയിട്ടുള്ള ഫുഡ് സേഫ്റ്റി സിസ്റ്റമുമായിട്ട് വർക്ക് ചെയ്യുന്നത് എന്നുള്ള അറിവ് നാട്ടിൽ നിന്ന് ഗൾഫിൽ വന്ന് ഒരു കുക്കായിട്ട് ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഉണ്ടാകും. പെയിന്റിങ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ടൂൾസ് ഉപയോഗിക്കാനുള്ള കഴിവ് ഉണ്ടാകും. അമേരിക്കയിൽ നിങ്ങൾക്കെല്ലാം അറിയാം, നിങ്ങളെ ഓരോരുത്തരും വർക്ക് ചെയ്യുന്നത് ഏതോ ഒരു പ്രൊഫഷനാണോ ആ പ്രൊഫഷനിലെ കട്ടിംഗ് എഡ്ജിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ സ്കില്ലിൽ ഉണ്ടാകുന്ന വലിയൊരു അപ്ഗ്രേഡേഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട്. രണ്ടാമത്തേത്, നമ്മൾ വിദേശങ്ങളിൽ വരുമ്പോൾ, വിദേശം എന്ന് പറയുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ പ്രത്യേകിച്ചും വരുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രോഗ്രസിന്റെ ഒരു അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഇവിടെ ഉള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ള സിസ്റ്റത്തിന്റെ ഒരു സപ്പോർട്ടാണ്. നമ്മൾ നാട്ടിൽ പലപ്പോഴും എന്തിനാണോ കൂടുതൽ സമയം ചെലവാക്കുന്നത് അതിനുവേണ്ടി സമയം ചെലവാക്കേണ്ട ഒരു ആവശ്യകത ഇവിടെയില്ല. അപ്പോൾ സിസ്റ്റം ഈസ് സപ്പോർട്ടിങ് യു. ഒരു പുതിയ സ്ഥാപനം തുടങ്ങാനാണെങ്കിൽ the system is supporting you and enabling you to do that better, so that you're not wasting your best time on moving behind things which you should not be spending your best time. അപ്പോൾ ആ ബെറ്റർ ആയിട്ടുള്ള സിസ്റ്റത്തെ പറ്റിയുള്ള നമ്മളുടെ ഒരു പരിചയമുണ്ട്. ഇതാണ് രണ്ടാമത്തെ നമ്മളുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മൂന്നാമത്തതും ഏറ്റവും പ്രധാനമുള്ള ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മളുടെ സോഷ്യൽ ക്യാപിറ്റലാണ്, നമ്മളുടെ ബന്ധുബലങ്ങളാണ്, നമ്മളുടെ നെറ്റ്വർക്കാണ്. ആഗോളമായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് നമ്മൾ ഫോം ചെയ്യുകയാണ് വിദേശത്തേക്ക് വരുമ്പോൾ. അപ്പോൾ ഈ 3 കാര്യങ്ങളും നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് കൊടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. അത് കൊടുത്താൽ തീരുന്നതുമല്ല, പണം പോലെയല്ല. എൻ്റെ പല സുഹൃത്തുക്കളും പലപ്പോഴും നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ അങ്ങനെ ആക്റ്റീവായിട്ട് നാടായതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് എൻകറേജ് ചെയ്യുന്ന ഒരാളല്ല. ഓൺ ദ കോൺട്രറി, നമ്മൾ പണം എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഒരു റാഷണൽ ആയിട്ടുള്ള ഡിസിഷൻ ആയിരിക്കണം, ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഡിസിഷൻ അല്ല. പക്ഷെ നമ്മളുടെ നെറ്റ്വർക്കുകൾ നാട്ടിലുള്ള സംവിധാനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. നമുക്ക് പരിചിതമായ സിസ്റ്റങ്ങളെ നാടുമായിട്ട് പരിചയപ്പെടുത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല. നമുക്ക് കിട്ടിയിരിക്കുന്ന ബെറ്റർ ആയിട്ടുള്ള സ്കിൽസിനെ നാടുമായിട്ട് പരിചയപ്പെടുത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല. അപ്പൊ ഈ ഫ്രെയിംവർക്കിൽ എങ്ങനെയാണ് നമ്മളുടെ സ്കിൽ നെറ്റ്വർക്ക് സിസ്റ്റംസ് നാട്ടിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നതും ചെയ്യുന്നതും. ഇന്ന് നമ്മൾ നാടിനെ കാണുമ്പോൾ എൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള നാടിനെ പറ്റിയുള്ള പരാതി എന്ന് പറയുന്നത്, നമ്മൾ എല്ലാവരും തന്നെ, നാട്ടിലുള്ള എല്ലാ ആളുകളും തന്നെ കൊറിയൻ സീരീസും യൂട്യൂബും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ പോലും നമ്മളുടെ എസെൻഷ്യൽ ആയിട്ടുള്ള സൊസൈറ്റി എന്ന് പറയുന്നത് 21ാം നൂറ്റാണ്ടിൽ എത്തിയിട്ടില്ല. സാമൂഹ്യമായിട്ടും സാമ്പത്തികമായിട്ടും സാങ്കേതികമായിട്ടും എത്തിയിട്ടില്ല. നമ്മളുടെ നിർമ്മാണ രീതികൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോഴും 100 വർഷമെങ്കിലും പഴയ നിർമ്മാണ രീതികളിൽ കൂടിയാണ് കൺസ്ട്രക്ഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അച്ഛനും അപ്പൂപ്പന്മാരും ചെയ്തു തരുന്ന തരത്തിലുള്ള കൃഷിയാണ് ഇപ്പോഴും ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് കൃഷി ഇപ്പോഴും ലാഭകരമല്ലാതെ ആകുന്നത്, കൃഷി ഓൾമോസ്റ്റ് ഇല്ലാതെ ആകുന്നത്. അത് സമൂഹത്തിന്റെ മിക്കവാറും എക്കണോമിക് സെക്ടേഴ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. എന്നിട്ട് അതിനെ റൊമാൻറ്റിസൈസ് ചെയ്ത് അത് ബലമായി പിടിച്ചു നിർത്താനുള്ള ശ്രമമാണ് നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കശുവണ്ടി വ്യവസായത്തെ പിടിച്ചു നിർത്തുക എന്നുള്ളത്, അല്ലെങ്കിൽ കയർ വ്യവസായത്തെ പിടിച്ചു നിർത്തുക എന്നുള്ളത്, അല്ലെങ്കിൽ കൃഷിയെ പിടിച്ചു നിർത്തുക എന്നുള്ളത്. അതിനെ ഇന്ന് ലോകത്തിൽ ലഭ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യ അനുസരിച്ച് ഡിജിറ്റലി ട്രാൻസ്ഫോം ചെയ്യാത്ത ഒരു സൊസൈറ്റിക്ക് തീർച്ചയായിട്ടും ഒരു മോഡേൺ സൊസൈറ്റി ആയിട്ട് മാറാനായിട്ട് കഴിയില്ല. നമ്മളുടെ ഗവൺമെന്റ് സംവിധാനങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും അവിടുത്തെ ഒരു മുനിസിപ്പാലിറ്റിയിൽ ജോലി ചെയ്യുന്നുണ്ടോ അറിയില്ല. ഒരു മുനിസിപ്പാലിറ്റിയിലെ സ്റ്റാഫിംഗ് പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ സ്വിറ്റ്സർലാൻഡിലോ ജർമ്മനിയിലേക്ക്
സ്റ്റാഫിംഗ് പ്രൊഫൈൽ നോക്കുമ്പോൾ അവിടെ ഒരു ചീഫ് സസ്റ്റൈനബിലിറ്റി ഓഫീസർ ഉണ്ട്, ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ ഉണ്ട്. ഇതെല്ലാം ഇരിക്കുന്ന ഒരു സ്ഥലത്ത് നാട്ടിലെ സ്റ്റാഫിംഗ് പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ ഇപ്പോഴും 1950കളിലും 1960കളിലും ഉണ്ടാക്കി വെച്ച ചില സ്റ്റാഫിംഗ് പ്രൊഫൈലാണ്. പുതിയതായിട്ട് മാറുന്ന മാറ്റത്തിനനുസരിച്ച് നമ്മുടെ സിസ്റ്റത്തെ, നമ്മുടെ ടെക്നോളജിയെ, നമ്മുടെ സൊസൈറ്റിയെ നമ്മൾ മാറ്റിയിട്ടില്ല. ഇത് മാറ്റാതെ നമ്മുടെ സമൂഹത്തെ മാറ്റാനായിട്ട് സാധിക്കില്ല. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ലഭ്യമായ അറിവുകൾ നാടുകളിലേക്ക് കൊണ്ടുവരുന്നത്? അത് ഞാൻ ഫൈനലായിട്ട് അത് പറഞ്ഞ് നിർത്താം. രണ്ടാമത്തത് എന്ന് പറയുന്നത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ ഉണ്ട്. കേരളത്തിൽ കുട്ടികൾ ഉണ്ടാകുന്നത്, ഇപ്പൊ ഞാനും സാജനൊക്കെ ഉൾപ്പെട്ട തലമുറ എന്ന് പറയുന്നത് വലിയ കുടുംബങ്ങളിൽ നിന്ന് വരുന്നതാണ്. കേരളത്തിലെ ഒരു കുടുംബത്തിൽ ശരാശരി 5 മുകളിൽ കുട്ടികൾ ഉണ്ടായിരുന്നു 1950കളിൽ. ഇന്നത് ശരാശരി 2 താഴേക്ക് വന്നിരിക്കുകയാണ്. കേരളത്തിലെ സ്ത്രീകളുടെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 5.6 1950s ഇപ്പോൾ 1.6 വന്നിരിക്കുകയാണ്. ജസ്റ്റ് 2 തലമുറയിലാണ് ആ മാറ്റം ഉണ്ടാകുന്നത്. കേരളത്തിൽ 1990കളിൽ ഒരു വർഷം 6 ലക്ഷം കുട്ടികൾ ഉണ്ടായിരുന്നത് ഇന്ന് 4 ലക്ഷത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഇമ്പാക്ട് എന്ന് പറയുന്നത് അടുത്ത 10 വർഷത്തിനകം കേരളത്തിൽ മരിക്കുന്ന ആളുകളുടെ എണ്ണം ജനിക്കുന്ന ആളുകളുടെ എണ്ണത്തെക്കായും കൂടുതലാകും. അപ്പോൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഇമിഗ്രേഷൻ സംഭവിക്കുന്നില്ലെങ്കിൽ, നാട്ടിലേക്കുള്ള കുടിയേറ്റം സംഭവിക്കുന്നില്ലെങ്കിൽ കേരളത്തിൽ ജനസംഖ്യ കുറഞ്ഞു വരും. ഈ ജനന നിരക്ക് കുറഞ്ഞു വരുന്ന ഈ സാഹചര്യത്തിലാണ് കേരളത്തിൽ നിന്നുള്ളൊരു സ്റ്റുഡന്റ് എക്സോഡസ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 30,000 തൊട്ട് 50,000 വരെ കുട്ടികളാണ് ഒരു വർഷം പുറത്തേക്ക് പോകുന്നത്. അപ്പൊ ഈ ഡെമോഗ്രാഫിക് ആയിട്ടുള്ള ഒരു ഡിക്ലൈൻ, ആ ഡിക്ലൈനിനെ ഫില്ല് ചെയ്യാനായിട്ട് വരുന്ന മൈഗ്രന്റ് ആയിട്ടുള്ള ലേബർ കേരളത്തിലേക്ക് വരുന്നത്, ആ വരുന്ന മൈഗ്രന്റ് ലേബർ എന്ന് പറയുന്നത് ടോട്ടലി, ഇപ്പൊ നമ്മളെല്ലാം തന്നെ മൈഗ്രൻസ് ആണ്, പക്ഷെ നമ്മളൊരു സ്കില്ലുമായിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. നമ്മളുടെ നാട്ടിലേക്ക് വരുന്നത് നേരെ തിരിച്ചാണ്. യാതൊരു സ്കില്ലും ഇല്ലാത്ത ആളുകളാണ് വരുന്നത്. കാരണം ആ വരുന്ന ആളുകളുടെ സ്കില്ല് ടെസ്റ്റ് ചെയ്യാനോ സ്കിൽ അപ്ഗ്രേഡ് ചെയ്യാനോ യാതൊരു സംവിധാനവും നമുക്കില്ല. നാട്ടിലെ ഏതൊരു തൊഴിലെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ സ്കില്ലിന്റെ ഡിപ്രീസിയേഷൻ നമുക്കിപ്പോൾ കാണാം. നിർമ്മാണ രംഗത്താണെങ്കിലും, കുക്കിങ്ങിന്റെ രംഗത്താണെങ്കിലും, ക്ലീനിങ്ങിന്റെ രംഗത്താണെങ്കിലും, കൃഷിയുടെ രംഗത്താണെങ്കിലും നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു ട്രെയിൻ വന്നിറങ്ങുന്നു, ആലുവയിൽ വന്നിറങ്ങുന്നു, അവിടെ 100 തൊഴിലാളികൾ പുറത്തിറങ്ങുന്നു, അവിടെ കുറച്ച് ഏജന്റുമാരുണ്ട്. ആ ഏജന്റുമാർക്ക് വേണ്ടത് ഒരു കുക്കിനെ ആണെങ്കിൽ അന്ന് വന്നിറങ്ങിയ ആൾ കുക്കാവാൻ പോകുന്നു, കൺസ്ട്രക്ഷൻ ലേബർ ആണെങ്കിൽ അയാൾ കൺസ്ട്രക്ഷൻ ലേബർ ആവാൻ പോകും. സ്കില്ലിന്റെ ഒരു മൊത്തമായിട്ടുള്ളൊരു ഡൈല്യൂഷൻ, ഡിപ്രീസിയേഷൻ നാട്ടിലുണ്ട്. എങ്ങനെയാണ് ഈ ഡെമോഗ്രാഫിക് ട്രാൻസിഷന്റെ സമയത്ത്, ആളുകൾ ഇല്ലാത്ത സമയത്ത് ഒരു സ്കില്ലിന്റെ അപ്ഗ്രഡേഷൻ നമുക്ക് സാധിക്കുക? പ്രാധാന്യമുള്ള കാര്യമാണ്. മൂന്നാമത്തേത് കൾച്ചറൽ ആയിട്ടുള്ള ചേഞ്ചസ് ആണ്. കേരളത്തിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകൾ ജെൻഡർ ഇക്വാളിറ്റി പോലുള്ള കാര്യങ്ങളെ പറ്റി വളരെ സെൻസിറ്റീവ് ആകുകയും അത് കുടുംബത്തിൽ ഉൾപ്പെടെ നടപ്പിലാക്കുകയും ചെയ്യുമ്പോൾ കേരളം ഇപ്പോഴും വളരെ പാട്രിയാർക്കൽ ആയിട്ടുള്ള സൊസൈറ്റിയാണ്. കേരളത്തിൽ നിന്ന് പുറത്തു വരുന്ന ആളുകൾ കുടുംബങ്ങളിൽ തിരിച്ചു പോകാൻ പോകുമ്പോൾ സ്ത്രീകൾ പോകാൻ മടിക്കുന്നതിന്റെ കാരണം അതാണ്. കാരണം കേരളം എന്ന് പറയുന്നത് ഇപ്പോഴും ആ സോഷ്യൽ ട്രാൻസിഷൻ സംഭവിച്ചിട്ടില്ല. കേരളത്തിലെ സ്ത്രീകളുടെ തൊഴിൽ രംഗത്തെ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ലോവസ്റ്റ് ആണ്, ഈവൻ ദോ എഡ്യൂക്കേഷൻ വൈസ് ഇന്ത്യയിലെ ഹയസ്റ്റ് ആണെങ്കിലും. അപ്പൊ തൊഴിൽ രംഗത്ത് അവർക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പോൾ വന്നിരിക്കുന്ന അഡീഷണൽ പ്രശ്നം എന്ന് പറയുന്നത് ആളുകൾക്ക് പ്രായമാകുന്നു, ഓരോ വീടുകളിലും 60 വയസ്സിന് മുകളിലുള്ള ആരെങ്കിലും ഉണ്ടാകുന്നു. ഈ ആളുകളെ കെയർ ചെയ്യാനായിട്ടുള്ള ഉത്തരവാദിത്തം ആ വീട്ടിലെ സ്ത്രീകൾക്ക് വന്നു പെടുന്നു. അപ്പോൾ പണ്ടുണ്ടായിരുന്നതിലും കുറച്ച് ലേബർ പാർട്ടിസിപ്പേഷൻ നമ്മുടെ സ്ത്രീകൾക്ക് സാധിക്കുന്നുള്ളൂ. അപ്പൊ ആ കാര്യങ്ങളെല്ലാം കേരളത്തിലെ പുതിയ തലമുറയെ വിവാഹം കഴിക്കാതിരിക്കുന്നതിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഓടിപ്പോകുന്നതിലേക്കുള്ള ഒരു രീതിയിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ആ ട്രെൻഡ് നമുക്ക് റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും? ഇങ്ങനെ പല രംഗങ്ങളിൽ നമ്മൾ ഇടപെടേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. നമ്മുടെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനിൽ ഇടപെടേണ്ട ആവശ്യകതയുണ്ട്, നമ്മുടെ സ്കിൽ അപ്ഗ്രഡേഷനിൽ ഇടപെടേണ്ട ആവശ്യകതയുണ്ട്, നമ്മുടെ സോഷ്യൽ ട്രാൻസ്ഫോർമേഷനിൽ ഇടപെടേണ്ട ആവശ്യകതയുണ്ട്.
ഇതിൽ എങ്ങനെയാണ് നമുക്ക് ഇൻവോൾവ് ചെയ്യാനായിട്ട് സാധിക്കുക? ഒന്നാമതായിട്ട് ഇപ്പോൾ നിങ്ങളുടെയുള്ള കൂട്ടായ്മകൾ തീർച്ചയായിട്ടും ഉണ്ട്. കൂട്ടായ്മകളിലൂടെ നിങ്ങൾ തീർച്ചയായിട്ടും പലതും ചെയ്യുന്നുണ്ടാകാം. പഴയതുപോലെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് നാട്ടിലെ ആളുകൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കുക എന്നുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഒന്നും ആവശ്യം ഇനി കേരളത്തിലില്ല. കേരളത്തിലെ പ്രധാനമായിട്ടുള്ള ആവശ്യം ഇതുപോലെ ചെറിയ ചെറിയ സാമ്പത്തിക സഹായം നൽകുക എന്നുള്ളതല്ല. അതിനുള്ള റിസോഴ്സസ് നാട്ടിൽ തന്നെ ഉണ്ട്. പക്ഷെ അതിന് ഉയരത്തിൽ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. ഇപ്പൊ ശ്രീ തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ ഒരു നോളജ് എക്കോണമി മിഷൻ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർ ശ്രമിക്കുന്നത് കേരളത്തിലെ എല്ലാ കോളേജുകളിലും, ആർട്സ് കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജും പോളിടെക്നിക്കുകളും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ അലുമിനിയെ മെന്റേഴ്സ് ആയിട്ട് ഉപയോഗിച്ച് കേരളത്തിലെ കുട്ടികൾക്ക് ദിശാബോധം നൽകുക, പരിശീലനം നൽകുക, അപ്സ്കില്ലിംഗ് നൽകുക, അവസരങ്ങൾ നൽകുക എന്നുള്ളൊരിതാണ്. നിങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ബെന്നി സാറെ അല്ലെങ്കിൽ കോളേജിലെ പ്രിൻസിപ്പാൾമാരെ അതിനെപ്പറ്റി പറഞ്ഞോന്നറിയില്ല. പക്ഷെ കേരളം എമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഡൽഹിയിൽ AAP ഗവൺമെന്റ് സക്സസ്ഫുൾ ആയി ഇംപ്ലിമെന്റ് ചെയ്ത മോഡലാണ് അത്. നമ്മൾ തീർച്ചയായിട്ടും അതിൽ ഇടപെടേണ്ടതാണ്. കേരളത്തിലെ ലോക കേരള സഭ എന്ന് പറയുന്ന സംവിധാനം ഇന്ത്യക്ക് തന്നെ മാതൃകയാണ്. തുടക്കത്തിൽ ആളുകൾക്കെല്ലാം സംശയമുണ്ടെങ്കിലും ഇപ്പോൾ കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മറ്റുള്ള സംസ്ഥാനങ്ങളോട് ലോക കേരള സഭയ്ക്ക് ഇക്വലന്റ് ആയിട്ട് തുടങ്ങാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതായത് നമ്മളെപ്പോലെയുള്ള കേരളത്തിലെ കൺവെൻഷണൽ പൊളിറ്റിക്സിൽ യാതൊരു എൻട്രി റൂട്ടും ഇല്ലാത്ത ആളുകൾക്ക് കേരളത്തിലെ മന്ത്രിമാരോട്, MLA-മാരോട്, MP-മാരോട് ഈക്വൽ ടൈംസിൽ സംസാരിക്കാനുള്ള ഒരു സ്പേസ് ആണ് ലോക കേരള സഭ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ പല കുറവുകളും ഉണ്ടെങ്കിൽ പോലും ആ സ്പേസ് നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അവരുമായിട്ട് എൻഗേജ് ചെയ്യാവുന്നതാണ്. കേരളത്തിൽ വളരെ ആക്റ്റീവായുള്ള ഒരു നോർക്ക എന്ന് പറയുന്ന സംവിധാനമുണ്ട്. എഗെയിൻ അത് ഗൾഫിലെ ആളുകൾക്ക്, ഡിസ്ട്രസ്സിലുള്ള ആളുകൾക്ക് സഹായം കൊടുക്കുന്ന തരത്തിലുള്ള സംവിധാനമായി ചുരുങ്ങിയിരിക്കുകയാണ്. അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് നഴ്സുമാർ കയറ്റി വയ്ക്കാനുള്ളൊരു സംവിധാനമായിട്ട്. പക്ഷെ അതിൻ്റെ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് അതിലും വലുതാണ്. അതിനുള്ള സ്പേസ് എല്ലാം നമുക്കുണ്ട്. അപ്പോൾ കേരളത്തിലേക്ക് എൻഗേജ് ചെയ്യണമെന്ന് താല്പര്യമുള്ള ആളുകൾക്ക് പല സാധ്യതകൾ ഇപ്പോഴും നിലവിലുണ്ട്. അതിനെ റീച്ച് ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ റെഡിയാണോ, നമുക്ക് താല്പര്യമുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാകണം. കേരളത്തിൽ നിന്ന് നിങ്ങളെല്ലാം മൈഗ്രൻസിനെ ധാരാളം കാണുന്നുണ്ടോ? നമ്മളെല്ലാം ഓരോ ദിവസവും മൈഗ്രൻസിനെ കാണുന്നതാണ്. ഞാൻ എല്ലാ ദിവസവും കാണുന്നതാണ്. ഞാൻ കേരളത്തിൽ നിന്ന് മൈഗ്രൻസിനെ കാണുമ്പോൾ ശ്രദ്ധിക്കുന്ന എന്താന്ന് പറയുന്നത്, ഒരു കാര്യം എന്താന്ന് പറയുന്നത്, മറ്റുള്ള നാടുകളിൽ നിന്ന് വരുന്ന മൈഗ്രൻസിന് പൊതുവെ അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാനായിട്ടൊരു, പല ആളുകൾക്ക് പോകുന്ന സാധ്യം തന്നെയല്ല. ഇപ്പൊ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന ആളുകൾക്ക്, സിറിയയിൽ നിന്ന് വന്ന ആളുകൾക്ക്, ലിബിയയിൽ നിന്ന് ആളുകൾക്ക് വരാനായിട്ട് യാതൊരു താല്പര്യമില്ല. തിരിച്ചു പോകാനായിട്ട് യാതൊരു സാധ്യത തന്നെയില്ല. രണ്ടാമത്തേത്, തിരിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നൈജീരിയ അല്ലെങ്കിൽ മാലി അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്ക പോലെയുള്ള സ്ഥലങ്ങളിൽ സൗത്ത് ആഫ്രിക്കയിലെ അർബൻ ഏരിയകളിലെല്ലാം അവിടുത്തെ ക്രൈം റേറ്റ് അല്ലെങ്കിൽ അവിടുത്തെ ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഫോർ ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് തിരിച്ചു പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെയുണ്ട്. നമുക്ക് ആ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇഫ് യു ഡിസൈഡ് ടു ഗോ, വി ക്യാൻ ഓൾവേസ് ഗോ. നമ്മളുടെ ലൈഫ് അത്രമാത്രം ഡിറ്റ്യൂറേറ്റ് ചെയ്യപ്പെടുകയൊന്നുമില്ല. പക്ഷെ അങ്ങനെ പോകണം എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു പോസിറ്റീവായുള്ളൊരു സ്പേസ് അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നു. അത് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളൊരു ആഗ്രഹം നമുക്ക് നിലനിൽക്കുന്നു. അതുകൊണ്ടാണല്ലോ ഈ ടോപ്പിക്ക് നമ്മൾ ചൂസ് ചെയ്യുന്നത് തന്നെ. അത് നിങ്ങളെല്ലാം ആക്റ്റീവായിട്ട് ഉപയോഗിക്കണം. അത് കളക്റ്റീവായിട്ട് ഉപയോഗിക്കണം. കേരളത്തെ പറ്റി പോസിറ്റീവായുള്ളൊരു ഔട്ട്ലുക്ക് എല്ലാ സമയത്തും നിലനിർത്തണം. ഇത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇനി നിങ്ങളുടെ ചോദ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാം. താങ്ക് യു. താങ്ക് യു ഡോക്ടർ മുരളി. വളരെ വ്യക്തമായിട്ടും കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അവതരിപ്പിച്ചതിന് വളരെ നന്ദിയുണ്ട്. തീർച്ചയായിട്ടും പ്രവാസികൾ എന്നുള്ള നിലയിൽ, അമേരിക്കൻ പ്രവാസികൾ എന്ന നിലയിൽ ഞങ്ങളും എല്ലാം ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നവരാണ്. പ്രത്യേകിച്ച് ഇന്ന് കേരളം, യുവജനങ്ങൾ കേരളത്തിൽ നിന്ന് ഭീതിയോടുകൂടി ഇട്ടെറിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. പ്രവാസികൾ എന്നുള്ള നിലയിൽ നമ്മൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഇതുപോലെയുള്ള സെഷനുകളിലൂടെ നമ്മൾക്ക് ഏത് രീതിയിലാണ് അതിന് പ്രവർത്തിക്കാൻ പറ്റുക എന്നുള്ളതിന് ഒരു വ്യക്തമായുള്ള ഒരു രേഖാചിത്രമാണ് ഇപ്പോൾ ഡോക്ടർ മുരളി കുമാർ കൂടി നമുക്ക് നൽകിയത്. അതിന് അദ്ദേഹത്തുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിയാണ്. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനാണ് ഇപ്പോൾ ഉള്ളത്.
ഒരു വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ആളുകൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ആരോ കൈ പൊക്കുന്നവരെ നമ്മൾ അൺമ്യൂട്ട് ചെയ്ത് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇപ്പോൾ ഡോക്ടർ മുരളി അതിന് ആൻസർ നൽകുന്നതാണ്. പ്ലീസ്. താങ്ക് യു. സാബു, ഞാനായിട്ട് ഒരു ചോദ്യം ചോദിക്കുക. പേര് പറഞ്ഞിട്ട് പറഞ്ഞോട്ടെ. സാജനല്ലേ? എന്റെ പേര് സാജന. മുരളി, ഇപ്പോഴത്തെ ഈ AI-യും ഓട്ടോണമസ് ഡ്രൈവിങ്ങും ഒക്കെ ദിവസം ചെല്ലും തോറും വേറൊരു ലോകത്തേക്ക് പോകുക എന്നാണല്ലോ തോന്നുന്നത്. എന്നും ഓരോ പുതിയ, ഇന്ന് കണ്ടത് AI ഡോക്ടർ ലൈസൻസ് ഉള്ള ടൂള് വരുന്നു ഓപ്പൺ AI-ന്ന്. ഇനി ഡോക്ടറെ കാണണ്ട, അതിനോട് ചോദിച്ചാൽ ഫിസിക്കൽ ഡോക്ടറേക്കാൾ കറക്റ്റായിട്ട് നിങ്ങളുടെ രോഗം ഡയഗ്നോസ് ചെയ്യുന്നൊക്കെ പറയുന്നത്. അപ്പൊ AI എവിടെ കൊണ്ട് എത്തിക്കും നമ്മളെ? അത് താങ്ക് യു സാജൻ. സാബു, ഞാനും ഈ കാര്യം ഡിസ്കസ് ചെയ്തിരുന്നു. നിങ്ങൾ ഈ അമേരിക്കക്കാരായതുകൊണ്ടും നിങ്ങൾ ഇതിന്റെ കട്ടിംഗ് എഡ്ജിലായതുകൊണ്ടുമാണ് ഞാൻ ആ AI ഒരു ടോപ്പിക്കായിട്ട് എടുക്കാതിരുന്നത്. പക്ഷേ തീർച്ചയായിട്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ചലഞ്ചിങ് ആയിട്ടുള്ള, പക്ഷെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് AI. ഇപ്പോൾ അതിന് ഓർക്കുന്നുണ്ടോ, നമ്മൾ എത്ര വർഷം മുമ്പാണെന്ന് അറിയില്ല, നമ്മൾ കോതംകുളത്ത് റീന ഓർഗനൈസ് ചെയ്ത സെഷനിൽ നമ്മൾ AI ആയിരുന്നു ടോപ്പിക്കായിട്ട് എടുത്ത്. ഈ ChatGPT ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. ഞാൻ കഴിഞ്ഞ ജൂലൈയിൽ ജനീവയിൽ ഇന്റർനാഷണൽ ടെലികോം യൂണിയന്റെ AI ഫോർ ഗുഡ് എന്ന് പറയുന്ന ഒരു സെമിനാറിൽ പോയിരുന്നു. ലോകത്തെ അനവധി രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്, സാങ്കേതിക വിദ്യയുണ്ട്. അപ്പം എനിക്ക് എപ്പോഴുള്ള സംശയം, ഈ ഓട്ടോണമസ് കാർ എന്ന് പറയുന്നത് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഫീസിബിൾ ആണോ? നമുക്ക് പ്രോപ്പറായിട്ടുള്ള റോഡുകളില്ല, മാർക്കിംഗ് ഇല്ല, സിഗ്നലില്ല, സൈനേജ് ഇല്ല. അപ്പം ഇതെല്ലാം ഉള്ളൊരു സ്ഥലത്ത് മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ എന്നുള്ളത് ആണ് പൊതുവെ ഒരു കൺവെൻഷണൽ വിസ്ഡം. ഈ രംഗത്ത് വർക്ക് ചെയ്യുന്ന ഏറ്റവും ടോപ്പായിട്ടുള്ള 2 സ്ഥാപനങ്ങൾ ചൈനയിലാണ് ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുന്നതും, ജർമ്മനിയിലെ ഒരു സ്ഥാപനത്തിൻ്റെ മേധാവി, ഇവർ രണ്ടുപേരുമായിട്ട് ഞാൻ ചർച്ച ചെയ്തു. അപ്പോൾ അവർ രണ്ടുപേരും പറയുന്നത്, വാസ്തവത്തിൽ ദ മോർ കെവോട്ടിക് ദ ട്രാഫിക് ഈസ്, ദ ഈസിയർ ഇറ്റ് ഈസ് ഫോർ AI ടു ലേൺ. എന്താ പറഞ്ഞാൽ AIക്ക് വളരെ കൂടുതൽ സിഗ്നൽസ് കിട്ടുകയാണല്ലോ ചെയ്യുന്നത്. ആൻഡ് ദ പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ് വിൽ ബി മച്ച് മോർ ഇൻ ദോസ് പ്ലേസസ് ദാൻ വെയർ തിങ്സ് ആർ ഓൾറെഡി ബെറ്റർ. ഇന്ത്യയിൽ ഒരു വർഷത്തിൽ 1,80,000 ആളുകളാണ് റോഡ് അപകടത്തിൽ മരിക്കുന്നത്. അതിൻ്റെ 10 ഇരട്ടി ആളുകളെങ്കിലും ലൈഫ് ലോങ് ഡിസബിലിറ്റിയോടെ നിൽക്കുന്നു. അതിൻ്റെ 100 ഇരട്ടി ആളുകൾക്ക് അപകടം പറ്റുന്നു. 1000 ഇരട്ടി അപകടങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഇന്ത്യയിൽ AI വരാത്തതിൻ്റെ ഒറ്റയൊരു കാരണം നമ്മുടെ റെഗുലേഷൻ മാത്രമാണ്. നമ്മൾ അതിന് ഗവേഷണത്തിന് വേണ്ടി നമ്മളുടെ സെക്ടറിനെ തുറന്നു കൊടുത്തിട്ടില്ല. പക്ഷേ AI വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ഇപ്പോൾ എൻ്റെ ഓർഗനൈസേഷനിൽ ചെയ്യുന്നത് AI ഫസ്റ്റ് എന്ന് പറയുന്നൊരു മൈൻഡ് സെറ്റാണ്. എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും ഞാനിപ്പോൾ ചിന്തിക്കാറില്ല. ഞാൻ ആദ്യം AIയോട് ചോദിക്കും, ഇത് ചെയ്യാമോ, ഇതെങ്ങനെ ചെയ്യും. ഞാൻ 40 വർഷം, കഴിഞ്ഞ വർഷത്തിൽ ഒരു ഫോറസ്ട്രി സിമ്പോസിയം നടത്താനായിട്ട് ജപ്പാനിൽ 40 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രൊഫസറോടൊരു കൺസെപ്റ്റ് നോട്ട് ആവശ്യപ്പെട്ടു. അവർ 3 മാസം എടുത്തു കൺസെപ്റ്റ് നോട്ട് ഉണ്ടാക്കാനായിട്ട്. അവർ കൺസെപ്റ്റ് നോട്ട് ഉണ്ടാക്കി അയച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അതേ സമയത്ത് തന്നെ ഡീപ് സീക്കിനോട് ഉണ്ടാക്കാൻ പറഞ്ഞു. ആൻഡ് വിത്തിൻ 1 minute ഡീപ് സീക്ക് മെയ്ഡ് സംതിങ് ആൻഡ് ഇറ്റ്സ് ബെറ്റർ ദാൻ ദിസ് പ്രൊഫസർ വിച്ച് ഇസ് 40 years ഓഫ് എക്സ്പീരിയൻസ്. അപ്പോൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള രംഗത്താണെങ്കിലും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള രംഗത്താണെങ്കിലും AI നമ്മളെക്കായി മുന്നിലെത്തി എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇനി ആ യാഥാർത്ഥ്യത്തോടൊത്ത് എങ്ങനെ നമ്മൾ ജീവിക്കും? നമ്മൾ AI ആണ് ഇനി പണം ഉണ്ടാക്കാൻ പോകുന്നെങ്കിൽ ആ പണം എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും? നമുക്ക് തൊഴിലില്ലാത്തൊരു കാലത്ത് ആളുകൾ എങ്ങനെ സമയം നിയോഗിക്കും? അങ്ങനെയുള്ള അനവധി ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കേണ്ടത്. അല്ലാതെ AIക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഐ തിങ്ക് ദാറ്റ് ഈസ് നൗ ഒരു ഡിബേറ്റ് അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ AI ഉണ്ടാക്കുന്ന അനവധി പ്രശ്നങ്ങളുണ്ട്. അത് ഇന്നും നമ്മൾ സോൾവ് ചെയ്തിട്ടില്ല. എല്ലാ ടെക് ജയൻസും ഇതിനെപ്പറ്റി വറീഡാണ്. പക്ഷെ ആരും ദേ ആർ നോട്ട് വില്ലിംഗ് ടു സ്റ്റോപ്പ്, ബിക്കോസ് ഇഫ് യു സ്റ്റോപ്പ് സമൺ എൽസ് വിൽ വിൻ ദ റേസ്. അപ്പം ഈ വറീസ് എല്ലാവർക്കും ഉണ്ടെങ്കിൽ പോലും
the race is going ahead. And I think we are in a way lucky that we managed to work in a generation where AI was not giving an immediate threat to our work life. But the new generation will have to deal with the challenge. Thank you. ഇന്നലെ കൊച്ചിയിലെ ഒരു സ്റ്റാർട്ടപ്പ് ഓട്ടോണമസ് വണ്ടി ഇൻഫോ പാർക്കിന്റെ അകത്ത് കൂടെ ഓടിക്കുന്നത് കൊണ്ട് അത്ഭുതം തോന്നി. അതെ. I think it will come. Thank you, Sajan. Next question, please. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? തീർച്ചയായിട്ടും. ജോസഫ് കുര്യപ്പുറം പെരുമ്പാവൂർക്കാരനാണ്. മുരളി സാറല്ല, മുരളി ചേട്ടനുമല്ല, അനിയനാണ്. ചോദ്യം ഇതാണ്, നിങ്ങളുടെ സബ്ജക്റ്റിൽ ഒതുങ്ങുമെന്ന് അറിയില്ല. കേരളം പല കാര്യത്തിനും ഒന്നാമതാണ്. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ചാണ് ചോദ്യം. വരവിനേക്കാൾ കൂടുതൽ ചെലവാണ്. കടം കിട്ടാൻ വഴിയില്ലാത്ത അവസ്ഥയിലായി നിൽക്കുന്നു. ഈ പരിതാപകരമായ അവസ്ഥയിൽ നിന്ന് കേരളം രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ? സാമ്പത്തിക സ്ഥിതിയെ കുറിച്ചാണ് ചോദ്യം. താങ്ക് യു. വാസ്തവത്തിൽ കടം എന്ന് പറയുന്നതിനെ പറ്റിയുള്ള സങ്കല്പമെല്ലാം എക്കണോമിക്സിൽ വളരെയധികം മാറിക്കഴിഞ്ഞു. അതായത് വരവിൻ്റെ അകത്ത് നിന്ന് ചെലവാക്കുന്നത് ശരിയായിട്ടുള്ള സാമ്പത്തിക രീതി അല്ല എന്നും കടമെടുത്ത് ചെലവാക്കുന്നതാണ് ശരിയെന്നും ആ കടമെടുത്ത് എന്തിന് ചെലവാക്കുന്നു എന്നുള്ളതാണ് പ്രാധാന്യം എന്നുമാണ് ഇപ്പോഴത്തെ എക്കണോമിക്സ്. അപ്പോൾ നിങ്ങൾക്കത് ChatGPT ചോദിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ എക്കണോമിക്സിൽ മൊത്തമായിട്ട് ഉണ്ടായിരിക്കുന്നൊരു മാറ്റമാണിത്. ഇന്ന് കേരളത്തിൻ്റെ കടമെന്ന് പറയുന്നത് സാങ്കേതികമായിട്ട് മാത്രമാണ് അതൊരു കൂടുതലാണ് നമുക്ക് തോന്നുന്നത്. കേന്ദ്രം ഒരു പരിധി വച്ചതുകൊണ്ട് നമുക്ക് കൂടുതൽ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കേരളം ഒരു സംസ്ഥാനമായതുകൊണ്ട് നമുക്ക് പണം അടിക്കാനും സാധിക്കുന്നില്ല. അല്ലാതെ ഒരു പ്രിക്കേറിയസ് ആയിട്ടുള്ളൊരു എക്കണോമിക് സിറ്റുവേഷനാണ് കേരളത്തിലേത് എന്ന് എനിക്കൊരു തോന്നലില്ല. മാത്രമല്ല, കേരളത്തിലെ ബോറോയിങ് ഇന്നത്തേതിലും കൂടുതലായിരിക്കണമെന്നും കിഫ്ബി പോലെയുള്ള ഈ കിഫ്ബി ഉണ്ടാക്കിയത് തന്നെ ഈ പെർസെൻറ്റേജിനെ ബൈപ്പാസ് ചെയ്യാനുള്ളൊരു സംവിധാനമാണ്. അപ്പോൾ കിഫ്ബി വേണമെന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. പക്ഷെ കൂടുതൽ ബോറോയിങ് നടത്തി കേരളത്തിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമെന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരളം ഒരു പ്രിക്കേറിയസ് ഫൈനാൻഷ്യൽ സിറ്റുവേഷനിലാണെന്നുള്ളത് ഒരു പാർട്ട്ലി എക്കണോമിക്സിനെ പറ്റിയുള്ളൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും പാർട്ട്ലി ഒരു മീഡിയ ക്രിയേഷനും സർട്ടൻലി ഒരു സെൻട്രൽ ഗവൺമെൻറ് സീലിംഗുമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു. Thank you, Joseph. Next is Agash Abraham from Virginia. I'm sorry, North Carolina. ഹലോ ഡോക്ടർ മുരളി. ഞാൻ സാജിന്റെ ഒരു ഫ്രണ്ടാണ്. 2000 മുതൽ സാജിന്റെ ഫ്രണ്ടാണ്. ഇതുവരെ പുള്ളിയുടെ വയസ്സ് എത്രയെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇത്തവണ എനിക്ക് മനസ്സിലായി. താങ്ക് യു ഫോർ ദാറ്റ്. എന്റെ ഒരു അനുഭവം പങ്കുവെക്കാനായിട്ടാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ ഇപ്പൊ നാട്ടിൽ നിന്ന് കുട്ടികളെ മൈഗ്രേറ്റ് ചെയ്ത് വെളിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു. പോകുന്നതിന് കാരണം എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പം ഞാനൊരു 3-4 എൻ്റെ ഫ്രണ്ട്സിന്റെ മക്കളുടെ അടുത്ത് ഒരു 3-4 പേരുടെ അടുത്ത് സംസാരിക്കാനുള്ള എനിക്കൊരു അവസരം കിട്ടി, അവരെ ഒന്ന് ഗൈഡൻസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അവര് സ്വകാര്യമായിട്ട് എന്നോട് പറഞ്ഞത് പേരൻസിനോട് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ഒന്ന് അവരെ പുഷ് ചെയ്യുന്നു അവരുടെ അക്കാഡമിക്കൽ. ബിക്കോസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിച്ചിരുന്ന സമയത്ത് എനിക്കൊരു ഓപ്ഷൻ കിട്ടിയിരുന്നില്ല ഞാൻ എന്ത് പഠിക്കണം എന്നുള്ളത്. റൈറ്റ്, ഞാൻ മാത്സിന് മിടുക്കനായിരുന്നു. MA കോളേജിൽ മാത്തമാറ്റിക്സിന് യു ആർ സ്റ്റഡിങ് മാത്തമാറ്റിക്സ് ഇൻ MA കോളേജ്. അത് കഴിഞ്ഞ് കമ്പ്യൂട്ടറിന് ഇതാണ്. ഞാനൊരു എൻട്രൻസ് എക്സാം എഴുതാൻ പോയി കമ്പ്യൂട്ടർ MCAക്ക് വേണ്ടിയിട്ട് തൃശ്ശൂരും ഗോവയിലും. ഹി ലൈക്സ് കമ്പ്യൂട്ടർ സയൻസ്. യു ആർ ഗോയിങ് ടു സ്റ്റഡി ഇൻ PSC കോളേജ് ഫോർ MCA. ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല. ആക്ച്വലി ഞാനിപ്പം എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മോൾക്കാണെങ്കിൽ she wants to do cutlery art, right? Parents is not agreeing to that one. ഒരാള് വക്കീലാണ്, ഒരാൾ എഞ്ചിനീയർ ആണ്. Parents they are not agreeing to the cutlery arts, പോലെയുള്ള ഇത്, right? She wants to go out of the country, outside country പോയിട്ട്. ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞാണ്, മോൾ എൻ്റെ അടുത്ത് പറഞ്ഞാണ്, ഞാൻ ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഏത് കോഴ്സ് പഠിക്കണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്, റൈറ്റ്? അപ്പൊ ഞാനത് എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടാണെങ്കിലും ഇപ്പൊ ഷീ സ്റ്റഡിങ് ഇൻ പൂനെ ഫോർ ദാറ്റ്, റൈറ്റ്? അവൾക്ക് പോകേണ്ട കാര്യമില്ല, പോകാനും താല്പര്യമില്ലായിരുന്നു. പക്ഷെ പേരൻസ് സമ്മതിക്കാത്തതുകൊണ്ട്, അവൾക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് പഠിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ടാണ്
അവള് വെളിയിൽ പോകുന്നതെന്ന്. പിന്നെ ഒരു കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു അവള് MSCയും കഴിഞ്ഞു, MSCയും കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. ഷീസ് ഇൻ കാനഡ നൗ. അപ്പൊ ഷീ വാണ്ട്സ് ടു ഗോ ടു കാനഡ. പക്ഷെ പേരൻസ് കല്യാണം കഴിയാതെ വിടത്തില്ല എന്ന് പറഞ്ഞിട്ട്. കാരണം എന്തുവാ, 2 ഇളയ കുട്ടികളുണ്ട്, അവരെ നോക്കണം അത്രേ. റൈറ്റ്, ഷീ നീഡ്സ് ടു ടേക്ക് കെയർ ഓഫ് ദം. അപ്പൊ ഞാൻ ഷീ കം ടു മീ, ഐ മീൻ ബേസിക്കലി പേരൻസിന് ത്രൂ ആട്ടോ എന്നോട് സംസാരിച്ചേ. അപ്പൊ ഇപ്പൊ ആ മോള് കഴിഞ്ഞ മാസം എന്നെ വിളിച്ചിട്ട് സംസാരിച്ചിട്ട് പറയാം, അങ്കിളെ ഞാൻ ഉണ്ടാക്കുന്ന പൈസ ഉണ്ട്, അവളൊരു ചെറിയൊരു കോഴ്സ് പഠിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്, ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് 2 നേരം ഭക്ഷണം കഴിക്കാനുള്ളത് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, എനിക്കത് മതി, എന്നാലും ഐ എം ഹാപ്പി. കാരണം ഐ ഡോണ്ട് വാണ്ട് ടു ടേക്ക് കെയർ ഓഫ് മൈ സിബ്ലിങ്സ് എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികളെ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ ടേക്ക് കെയർ ചെയ്യാനായിട്ടായിരുന്നു അവളെ അവിടെ നിർത്തിയിരുന്നത് പേരൻസ്. സോ ഞാൻ പറയുന്ന കാര്യം, നമ്മള് ഈ നാട്ടിലുള്ള പേരൻസിനെ ആണെങ്കിലും നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമല്ലേ. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് സംസാരിക്കൂ, തുറന്ന് സംസാരിക്കൂ. കാരണം ഞാനൊരു 4 ഇതിനകത്ത് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ് ഞാൻ സംസാരിച്ച ഈ 4 പേരും അവർ കുട്ടികൾ എൻ്റെ അടുത്ത് പറഞ്ഞത് either the parents are not taking care of it, അല്ലെങ്കിൽ നാട്ടുകാർ എന്ത് വിചാരിക്കും എന്നുള്ള അല്ലെങ്കിൽ എൻ്റെ കസിൻസ് ഇന്നത് പഠിക്കുന്നു, അപ്പൊ ഞാനിത് പഠിച്ചാൽ അതൊരു കുറവാണല്ലോ എന്നുള്ള ഒരു തോട്ടാണ് കുട്ടികളുടെ ഇടയിൽ നിന്നാണ് എനിക്ക് മനസ്സിലായി, ഞാൻ സംസാരിച്ചതിൽ നിന്ന്. ഈ കുട്ടികൾ പുറത്തു പോകാനുള്ള കാരണമായിട്ട്. ഡോക്ടർ അഭിപ്രായം? നോ, ഐ തിങ്ക് ഞാൻ ഓരോ 2 വർഷം കൂടുമ്പോഴും സ്ട്രക്ചറൽ ആയിട്ടൊരു സർവേ നടത്താറുണ്ട്, 2000 ആളുകളെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് 10,000 ആളുകളെ ഉൾക്കൊള്ളിച്ചൊരു സർവേ നടത്തിയിട്ടുണ്ട്. ഞാനതിൽ ഐ എം പാർട്ട് ഓഫ് ദ ഡിസൈൻ ടീം. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണ്. അത് പുറത്തേക്ക് പോകുന്നതിന് ഒരു കാരണമല്ല, പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ നമ്മളുടെ എല്ലാം കാലത്ത് സംഭവിക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ആളുകൾ ഏറ്റവും വേഗത്തിൽ ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് പോകാനായിട്ട് ശ്രമിക്കും, IIT-കളിലേക്ക്, IISc-കളിലേക്കൊക്കെ ആയിട്ട്. നമ്മൾ പഠിക്കുന്ന സമയത്ത് 5 IIT-കൾ ഉള്ളത് ഇപ്പോൾ 23ആയി. അതുപോലെ തന്നെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടായി, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസായി. അപ്പോൾ ടോപ്പ് എൻഡിൽ വലുതായിട്ടുള്ളൊരു ഒരു ഡ്രെയിനേജ് ഇപ്പോൾ നടക്കുന്നുണ്ട്. പണ്ട് കേരളത്തിൽ നിന്ന് മൊത്തം 500 കുട്ടികൾക്കാണ് പോകാൻ അവസരമുള്ളെങ്കിൽ ഇപ്പോൾ 5000 ആളുകൾക്ക് പോകുന്നു. ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന എല്ലാ സ്റ്റേറ്റിലും സെൻട്രൽ യൂണിവേഴ്സിറ്റികളായി, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ തന്നെ വളരെ ക്വാളിറ്റിയുള്ളതായി. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു റിയലി ക്വാളിറ്റിയുള്ള ആളുകളുടെ വലിയൊരു മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. രണ്ടാമത്തേത്, കേരളത്തിലെ ഈ എക്കോണമി ഞാൻ പറഞ്ഞല്ലോ, ഒരു ഡിജിറ്റലി ട്രാൻസ്ഫോംഡ് അല്ലാത്തത് കൊണ്ട് ദ മോർ എഡ്യൂക്കേറ്റഡ് യു ആർ ദ ലെസ് എംപ്ലോയബിൾ യു ആർ എന്നൊരു സ്ഥിതി വന്നിട്ടുണ്ട്. കേരളത്തിൽ ഒരു M.Tech ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദെൻ ദർ ഇസ് നത്തിങ് യു ക്യാൻ ഡു ഇൻ കേരള. അവരുടെ ഒരു ഓവർ സപ്ലൈ, ഹയർ എഡ്യൂക്കേഷൻ കിട്ടിയ ആളുകളുടെ ഒരു ഓവർ സപ്ലൈ. കേരളത്തിൽ നേഴ്സിംഗ്, ഞാനത് പലപ്പോഴും ഉദാഹരണമായിട്ട് പറയുന്നതാണ്, നേഴ്സിംഗ് കഴിഞ്ഞ ഒരാൾക്ക് 10,000 രൂപ ശമ്പളം കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. ജോലി കിട്ടാൻ ബുദ്ധിമുട്ട്, 10,000 രൂപ കിട്ടാൻ ബുദ്ധിമുട്ട്. പക്ഷേ ഹോം നേഴ്സാണെന്ന് പറയാൻ റെഡി ആണെങ്കിൽ 25,000 രൂപ കിട്ടാനായിട്ടൊരു ബുദ്ധിമുട്ടുമില്ല. ഒരു പ്രഷറൊക്കെ എടുക്കാൻ അറിയാവുന്ന ആളാണെങ്കിൽ 30,000 രൂപയായി. കുറച്ചും കൂടി റിയൽ സ്കില്ലുണ്ടെങ്കിൽ 40,000 രൂപയായി. സിവിൽ എഞ്ചിനീയർമാർക്ക് ജോലി കിട്ടാൻ ബുദ്ധിമുട്ട്, പക്ഷേ കൺസ്ട്രക്ഷൻ ലേബർ ആണെന്ന് പറയുന്ന ആളുകൾക്ക് ഇത് കൂടുതലായിട്ട് വരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റി, എഡ്യൂക്കേഷൻ കിട്ടിയ ആളുകൾ, ഇപ്പോൾ എഞ്ചിനീയർ കഴിഞ്ഞ വർഷത്തെ പോലീസ് കോൺസ്റ്റബിൾമാരുടെ, വിമൻസ് പോലീസ് കോൺസ്റ്റബിൾമാരുടെ ഇതിൽ +2 ആണ് അവരുടെ ക്വാളിഫിക്കേഷൻ. അതിൽ 450 പേരെടുത്താൽ 250 പേർക്ക് ഡിഗ്രി ഉണ്ട്, 150 പേർക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്, 53 പേര് എഞ്ചിനീയർമാരാണ്, MBA ഉള്ള ആളുകൾ, M.Tech ഉള്ള ആളുകൾ. ഇവരെല്ലാമാണ് ലോവർ ലെവൽ എംപ്ലോയ്മെൻറ്റിന് വേണ്ടി പോകുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ ദെൻ ബിക്കം എ ബിറ്റ് മീനിങ്ലെസ് ഓൾസോ. മൂന്നാമത്തേത് സോഷ്യൽ പ്രഷറാണ്. അതായത് നാട്ടിൽ താഴെയുള്ള ചില ജോലികൾ നമ്മൾ ചെയ്യുന്നതല്ല, പണം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതല്ല എന്നുള്ളൊരു രീതി. ഇപ്പോൾ കേരളത്തിൽ ഇത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം, 30 വയസ്സിന് താഴെയുള്ള ഹെയർ ഡ്രസ്സിങ് എന്ന് പറയുന്ന സെക്ടറിൽ നമ്മൾ മലയാളികളെ നമ്മൾ കാണില്ല. ആ സെക്ടർ ഈസ് ടോട്ടലി ടേക്കൺ ഓവർ. മലയാളികൾ ഇനി ആ സെക്ടറിലേക്ക് പോകുന്നില്ല. അവിടെ ഇൻകം ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല. ഇപ്പോൾ ബംഗാളിൽ നിന്നും മറ്റു സ്ഥലങ്ങളിലുള്ള ആളുകൾ കൊച്ചിയിൽ നിന്ന് വിമാനം കയറിയിട്ടാണ് അവർ പോകുന്നത്. ബിക്കോസ് അവരുടെ ഡെയിലി ഇൻകം 2,000 രൂപയിൽ കൂടുതലാണ്. അപ്പം ഇങ്ങനെയുള്ള ഇത് നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ കൂടെയാണ് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു
സദാചാര പോലീസിങ് വരുന്നു കുട്ടികളുടെ മീതെ. അപ്പം ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് കൊണ്ടാണ് കുട്ടികൾ പോകുന്നത്. ഞാൻ ചോദിക്കുമ്പോൾ 10ൽ 9 കുട്ടികൾക്കും they want to go out. Those who are staying back not because they want to stay back, but they have no choice but to stay back. And this is a very serious situation. നമ്മളുടെ something which the politicians have to handle. And I keep, പക്ഷെ ഞാൻ ടോട്ടലി ആക്റ്റീവ്ലി എൻകറേജ് ചെയ്യാണ് കുട്ടികളെ. I think, you go. And then what happened to society? The society has to take care. It's not your responsibility to stay back and look at അനിയത്തിമാരെ നിൽക്കാനായിട്ട് ചേച്ചി നിൽക്കേണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ വയസ്സന്മാരെയും മറ്റുള്ള ആളുകളെയും കേരളത്തെയും ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി നമ്മളുടെ ആളുകൾ നിൽക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധമില്ല. ലെറ്റ് യു ഗോ ആൻഡ് ദെൻ ലെറ്റ് ദ സിസ്റ്റം ഹൂ ഇസ് റിമൈനിങ് think how to attract them back. Thank you. Thank you. Next is Joby Matthew from Virginia. Joby, please. സാറേ, നമ്മൾ ആദ്യം സംസാരിച്ച് കഴിയുമ്പോൾ വിദ്യാഭ്യാസപരമായ ഒരു പുരോഗതിയെ കുറിച്ച് കാര്യമായിട്ട് സാർ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്നത്തെ കാലത്ത് അത് നമ്മൾ ശരിക്കും ആ എഡ്യൂക്കേഷണൽ ആ ഒരു കേരളത്തിലുണ്ടിരിക്കുന്ന ആ ഒരു പുരോഗതി നമ്മൾ ശരിക്കും നമ്മുടെ സംസ്ഥാനം അത് പ്രയോജനപ്പെടുത്തുന്ന സംശയം തന്നെയാണ്. അതിന്റെ ഒരു മൂല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെമോക്രാറ്റിക് സെറ്റപ്പിനകത്ത് ഇപ്പൊ വരുന്ന യങ് ജനറേഷൻ ദേ ആർ എഡ്യൂക്കേറ്റഡ്. ആ ഒരു ജനറേഷൻ ചേഞ്ച് വരാത്തിടത്തോളം കാലം എനിക്ക് തോന്നുന്നില്ല നമ്മളുടെ നാട്ടിലെ വിദ്യാഭ്യാസമായ പുരോഗതി ഉണ്ടായിരിക്കുന്നത് നാട്ടിൽ തന്നെ അത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ കുട്ടികളുടെ കുത്തൊഴുക്കിനെ കുറിച്ച് സാർ സംസാരിച്ചത്, അത് പുറത്തേക്ക് ഓസ്ട്രേലിയയിലേക്ക്, ന്യൂസിലൻഡിലേക്ക്, അതുപോലെ കാനഡയിലേക്ക് കുട്ടികൾ പോകുന്നത്, അതും എഗെയിൻ അത് ഈ ഡെമോക്രാറ്റിക് സെറ്റപ്പിന് എന്റെ അഭിപ്രായത്തിൽ ആ ഒരു സെറ്റപ്പ് ചേഞ്ച് ആവാത്തോടത്തോളം കാലം, ആ യങ് ജനറേഷൻ, അതായത് അവിടെ ഒരു ജനറേഷൻ ചേഞ്ച് വരാത്തോടത്തോളം കാലം എനിക്ക് തോന്നുന്നില്ല ഇത് റിവേർട്ട് ചെയ്യാൻ സാധിക്കുമെന്ന്. അപ്പൊ സാറിന്റെ അഭിപ്രായം എന്താണ് അതേക്കുറിച്ച്? താങ്ക് യു. കേരളത്തിൽ കൂടുതൽ യങ്ങായിട്ടുള്ള ആളുകൾ നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലേക്ക് വരണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ദിസ് ഐ ടോട്ടലി അഗ്രി. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ കേരളത്തിൽ ഇന്ന് വരെ സ്വാതന്ത്ര്യത്തിന് ശേഷം ജനിച്ച ഒരാൾ ഇന്ന് വരെ കേരളത്തിൽ മുഖ്യമന്ത്രി ആയിട്ടില്ല. കേരളത്തിൽ ഇന്ന് വരെ മുഖ്യമന്ത്രി ആയിട്ടുള്ള എല്ലാ ആളുകളും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ജനിച്ച ആളുകളായിരുന്നു. സോ ഇറ്റ് ഈസ് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ 50 വർഷം ആയിട്ട് പോലും സ്വാതന്ത്ര്യ ശേഷം ഇത് ചെയ്ത ഒരാൾ മുഖ്യമന്ത്രി ആയിട്ടില്ല. ബിൽ ക്ലിൻ്റൺ അമേരിക്കയുടെ പ്രസിഡന്റ് ആകുന്ന സമയത്ത് ബിൽ ക്ലിൻ്റൺ 40 വയസ്സേ ഉള്ളൂ. നമുക്ക് 33 വയസ്സിൽ അന്ന് പ്രസിഡന്റായ കാലം 1977 ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന് ഇപ്പോൾ നമ്മൾ എടുത്തു കഴിയുകയാണെങ്കിൽ പൊതുവെ നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ മിനിസ്ട്രി എന്ന് പറയുന്നത് 60 വയസ്സിൻ്റെ മുകളിലാണ്. ആൻഡ് ക്ലിയർലി ഇറ്റ്സ് എൻ ഇഷ്യൂ. പക്ഷേ ഏജ് മാത്രമല്ല അതിലെ വിഷയം, അല്ലെങ്കിൽ ജെൻഡറിലും അതേ മാറ്റം ഉണ്ടാവണമെന്നുണ്ട്. കേരളത്തിലെ ഒന്നാമത്തെ നിയമസഭയിലുള്ള അത്രമാത്രം ജെൻഡർ പാർട്ടിസിപ്പേഷൻ പോലും ഇപ്പോഴത്തെ നിയമസഭയിൽ, ആദ്യത്തെ നിയമസഭയിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 114 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ 7 പേർ സ്ത്രീകളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ 140 അംഗങ്ങൾ ഉണ്ടായിട്ട് പോലും ഈ പെർസെൻറ്റേജ് വയസ്സ് വെച്ച് നോക്കുമ്പോൾ അത് അന്നത്തേക്കായും കുറവാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരണം. പക്ഷെ കേരളത്തിലെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ വരാത്തതിൻ്റെ കാരണം അതായിക്കൊള്ളണമെന്നില്ല. യങ്ങായിട്ടുള്ള ആളുകൾ യങ്ങായിട്ട് ചിന്തിച്ചു കൊള്ളണമെന്നില്ല. അങ്ങനെ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നാച്ചുറലി രാജീവ് ഗാന്ധി വന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ ടെലികോം സെക്ടറിൽ വലിയ മാറ്റങ്ങളുണ്ടായി, കമ്പ്യൂട്ടർ സെക്ടറിൽ വലിയ മാറ്റങ്ങളുണ്ടായി. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ. ഇഫ് യു ഹാഡ് എ യങ്ങർ ലീഡർ ദേ വുഡ് ബി മോർ ഇൻക്ലൈൻഡ് എന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ലീഡർഷിപ്പ് പലപ്പോഴും അങ്ങനെയല്ല ആക്ട് ചെയ്യുന്നത്. ലീഡർഷിപ്പ് ഒരു ടെക്നോളജിക്കലി കേപ്പബിൾ ആയിക്കൊള്ളുന്നില്ല, അവെയർ ആയിക്കൊള്ളുന്നത് മാത്രമേ ഉള്ളൂ. ആ ഒരു ആറ്റിറ്റ്യൂഡ് എൻ്റെ ഒരു വിഷയം ആണുള്ളത്. ആ ഒരു ഡിജിറ്റൽ ലിറ്ററസി ഏത് ജനറേഷൻ ലീഡർഷിപ്പിനാണെങ്കിലും ഉണ്ടാകേണ്ട ഒരു ആവശ്യകതയുണ്ട്. that's something which we have to actively work on. Thank you. സാറ്, എനിക്കൊരു ചോദ്യമുണ്ട്. എൻ്റെ പേര് ജെയിംസ്. സാറ് നേരത്തെ സംസാരിച്ചപ്പോൾ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്, നാട്ടിലെ നമ്മൾ അമേരിക്കൻ മലയാളികൾ വീട് വെച്ച് കൊടുക്കുന്നതിന് താല്പര്യമില്ലാന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ബഹുഭൂരിപക്ഷം നമ്മൾ ഗ്രാമങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോഴും ചോർന്നടിച്ച വീടുകൾ, അല്ലെങ്കിൽ വീടും സ്ഥലവും ഇല്ലാത്ത ആളുകൾ, അങ്ങനെയുള്ള ഒത്തിരി ആളുകൾ ഇന്നും കേരളത്തിലെ ഗവൺമെന്റ് കൊടുക്കുന്ന
വരുമാനം കൊണ്ട് അല്ലെങ്കിൽ ആ ഇൻകം കൊണ്ട് ഒരു വീടിന്റെ ഒരു തറ പോലും പണിയാനുള്ള സംവിധാനമില്ല. അപ്പോൾ ഒത്തിരി ആളുകൾ ഇങ്ങനെ ചോർന്നടിച്ച് കിടക്കുന്നുണ്ട്. അപ്പൊ ആ വീട് അമേരിക്കൻ മലയാളീസ് കൊടുക്കണ്ട എന്നുള്ള ഒരു പരാമർശം ഉണ്ടായി. അത് എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? ഞാൻ തീർച്ചയായിട്ടും ഒരു വളരെ സ്മോൾ ആയിട്ടുള്ള പെർസെൻറ്റേജ് ആണെങ്കിൽ അങ്ങനെ പെർസെൻറ്റേജ് ഉണ്ട് എന്നുള്ളത് സംതിങ് വിച്ച് ഐ അണ്ടർസ്റ്റാൻഡ്. എനിക്കും വ്യക്തിപരമായിട്ട് അങ്ങനെയുള്ള റിക്വസ്റ്റുകൾ വരാറുണ്ട്, സാധിക്കുമ്പോഴൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നാട്ടിൽ ഇപ്പം ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഇതായിട്ടുള്ള ചില സംവിധാനങ്ങളൊക്കെ ഉണ്ട്, ആൻഡ് ഇറ്റ്സ് വർക്കിംഗ്. പക്ഷെ ഗവൺമെൻറ്റിന് പുറത്തുള്ള സംവിധാനങ്ങളും വളരെ ആക്റ്റീവാണ്. നമുക്ക് അങ്ങനെ ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കണമെങ്കിൽ വാസ്തവത്തിൽ ഇപ്പോൾ നാട്ടിൽ ഒരു വാർഡിലെ ആളുകളുടെ കളക്റ്റീവ് എഫർട്ട് മതി. പണ്ട് അങ്ങനെയല്ലായിരുന്നു. പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നാട്ടിൽ ആളുകൾക്ക് അതിനുള്ള എക്സസ് ഇൻകം ഉണ്ടായിരുന്നില്ല. അപ്പോൾ മണി എസെൻഷ്യലി ആയിട്ട് ടു കം ഫ്രം ഔട്ട്സൈഡ്. ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. നമ്മളുടെ നാട്ടിൽ ഒരു 10 ലക്ഷം രൂപ റേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഈസി. ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ഒരാൾ മുന്നിൽ നിന്നാൽ മാത്രം മതി. വളരെ ലോക്കലായിട്ടുള്ള ആളുകളിൽ നിന്ന്, സ്ഥാപനങ്ങളിൽ നിന്ന് ആ പണം റേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മൊത്തം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യാം. പക്ഷെ നമ്മൾ കുറച്ച് മലയാളികൾ അമേരിക്കയിലോ ഗൾഫിലോ ഒരു അസോസിയേഷൻ ഉണ്ടാക്കി അത് കൊണ്ട് നാട്ടിൽ വീട് വെച്ച് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. താങ്ക് യു. അജി കോട്ടേൽ ഫ്രം ടെക്സസ്, ഹ്യൂസ്റ്റൺ. മുരളി സാർ നമസ്കാരം. എൻ്റെ പേര് അജി. ഞാൻ കോതമംഗലത്ത് വാരപ്പട്ടി എന്നുള്ള ചെറിയ ഗ്രാമത്തിൽ നിന്നാണ്, ഹ്യൂസ്റ്റണിലാണ്. എൻ്റെ ഒരു ചോദ്യം, കുട്ടികൾ പുറത്തേക്ക് പോകുന്നത് തീർച്ചയായിട്ടും ഒരു ഗ്ലോബലൈസ്ഡ് ഒരു ആക്സസ് ഉള്ളത് കൊണ്ടാണ്. പണ്ടൊക്കെ നമ്മൾ ബാംഗ്ലൂർക്ക് പോകുന്നത് പോലെയുള്ള ഒരു ലാഘവേ ഉള്ളൂ കാനഡയോ അല്ലെങ്കിൽ US അല്ലെങ്കിൽ ഓസ്ട്രേലിയ അവിടെ പോകുന്നതിന്. അത് പോകുന്നതും പോകാതിരിക്കുന്നതും, ഞാൻ അതിനെപ്പറ്റിയാണ് പറയുന്നത്. ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, പോയില്ലെങ്കിൽ ഇപ്പം ഞാൻ ഇത്തവണ നാട്ടിൽ ചെന്നപ്പോൾ എൻ്റെ നാട്ടിലെ ചെറിയൊരു ഗ്രാമത്തിലാണ്, അവിടെ ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് തുടങ്ങിയിരിക്കുകയാണ്. അതിനകത്ത് 14 പ്ലൈവുഡ് ഫാക്ടറി. അപ്പോൾ നമ്മുടെ നാട് ഒരു ഇൻഡസ്ട്രിയൽ ഒരു വ്യവസായത്തിന് യോജിച്ചതാണോ, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റാലിറ്റി, ഇപ്പോൾ നമ്മൾ IT റിലേറ്റഡ് അല്ലെങ്കിൽ അതേ രീതിയിലുള്ള ഒരു ഇപ്പം ഇൻഫോ പാർക്ക് അല്ലെങ്കിൽ ടെക്നോ പാർക്ക് പോലുള്ളൊരു സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നത് പോലെ അല്ല ഒരു വ്യവസായം വരുന്നത്. കാരണം തീർച്ചയായിട്ടും അതിന് ചുറ്റുമുള്ള ജനങ്ങൾക്ക് തീർച്ചയായിട്ടും അവർ ജീവിക്കാൻ സാധിക്കില്ല. കാരണം ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഡെവലപ്മെന്റ് നല്ല രീതിയിൽ തീർച്ചയായിട്ടും ഒരു ഡെവലപ്മെന്റ് ആയിരിക്കും, ഗവൺമെന്റിന്റെ രീതിയിലും മറ്റുള്ള രീതിയിലും. പക്ഷെ അങ്ങനെ ഒരു വ്യാവസായിക ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് തീർച്ചയായിട്ടും അത് ദോഷകരമല്ലേ? അതിനെപ്പറ്റി എന്താണ് സാർ എൻ്റെ അഭിപ്രായം? ഞാൻ 2 ചോദ്യങ്ങൾ അവിടെ കാണുന്നുണ്ട്. ഒന്നാമത്തത്, കേരളം വ്യവസായത്തിന് പറ്റിയ സ്ഥലമാണോ എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ഞാൻ കേരളത്തിലെ പാരമ്പര്യമായിട്ട് നമ്മൾ പറയുന്ന, ഞാൻ ഇതിൽ തന്നെ പറഞ്ഞല്ലോ, കയർ വ്യവസായമോ കശുവണ്ടി വ്യവസായമോ ഇതിനൊന്നും ഒരു പരിസ്ഥിതി കാരണങ്ങൾ കൊണ്ട് ഉൾപ്പെടെ ഒരു സാധ്യതയില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. പക്ഷേ പുതിയ തലമുറയിലെ വ്യവസായങ്ങളെന്ന് പറയുന്നത് പലപ്പോഴും ഇതുപോലെ പൊല്യൂട്ടിങ് ആയിക്കൊള്ളുന്നില്ല. ഇപ്പോൾ പ്ലൈവുഡ് certainly is polluting and we are doing in probably the worst possible way also. നമ്മൾ ഇന്ന് പ്ലൈവുഡ് ഇൻഡസ്ട്രിയുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഇപ്പോൾ അമേരിക്കയിലോ കാനഡയിലോ ഫിൻലാൻഡിലോ പ്ലൈവുഡ് ഇൻഡസ്ട്രി എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത് ഇതുപോലെ ഉപയോഗിച്ചിട്ടായിരിക്കില്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഗവേണൻസിൻ്റെ ചില പ്രശ്നങ്ങളുണ്ടല്ലോ, ആളുകൾക്ക് പൈസ കൊടുത്ത് ചില കാര്യങ്ങളൊക്കെ പൊല്യൂഷനൊന്നും മാനേജ് ചെയ്യാതെ ചെയ്യാമെന്നുള്ളൊരു ഇതുള്ളത് കൊണ്ട് കൂടിയാണ് ആ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ കേരളം ആ തരത്തിൽ വ്യാപകമായി ഇൻഡസ്ട്രികൾ സ്ഥാപിക്കാൻ പറ്റുന്നൊരു ഇതല്ല. പ്രത്യേകിച്ചും ലാൻഡ് യൂസ് നിയമങ്ങളില്ല. ഇപ്പോൾ രജിസ്ട്രേഷൻ നിയമങ്ങൾ തന്നെ വളരെ ഇതാക്കി. അപ്പോൾ ആ അർത്ഥത്തിൽ ഐ ഡോണ്ട് എഗ്രി വിത്ത് ദാറ്റ്. പക്ഷേ അറ്റ് സെയിം ടൈം ന്യൂ ജനറേഷനായിട്ടുള്ള പല തരത്തിലുള്ള ഇൻഡസ്ട്രികൾക്കും ഇപ്പോൾ സാധ്യതയുണ്ട്. ഇപ്പോൾ കേരളത്തിലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ലോകത്തിലെ 90% ഓഫ് ദ ബ്ലഡ് ബാഗ്സ് ആർ മാനുഫാക്ചർഡ് ഇൻ കേരള. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡെന്റൽ ഇംപ്ലാന്റ് ഈസ് ഇൻ കൂത്താട്ടുകുളം. അപ്പോൾ നമ്മൾ അറിയാത്ത തരത്തിൽ വലിയ ഹൈ വാല്യൂ അഡീഷൻ സാധ്യതയുള്ള അനവധി വ്യവസായങ്ങൾ ഇപ്പോഴുണ്ട്. ഇപ്പോൾ 3D പ്രിന്റിംഗ് പോലെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരുപക്ഷെ സാധ്യത ഉണ്ടാവും. നമ്മൾ സാധ്യത ഇല്ലാത്തത് ഹൈലി പൊല്യൂട്ടിങ്, കൂടുതൽ ലാൻഡ് വേണ്ട ഒരു ഇൻഡസ്ട്രിക്ക് തീർച്ചയായിട്ടും സാധ്യതയില്ല. ദിസ് ഐ എഗ്രി. ആ ഇൻഡസ്ട്രിക്ക് വേണ്ടി ഇൻഡസ്ട്രി കൊണ്ടുവരേണ്ട കാര്യവുമില്ല.
താങ്ക് യു ഹുസൈൻ. നമുക്ക് ഈ സെഷൻ വലിയ താമസം കൂടാതെ വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. ആർക്കെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചോദിക്കാനുള്ള അവസരമുണ്ട്. ഇല്ല എന്നെങ്കിലും നമുക്ക് ഇതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങാം. എനിവൺ എൽസ്? ആവശ്യമായിട്ട് ഒരു ക്വസ്റ്റ്യൻ. സാർ, എൻ്റെ പേര് ബ്രൂ എന്നാണ്. ഞാൻ കോതമംഗലം നിവാസിയാണ്. സാറ് പറഞ്ഞ ഒരു പോയിന്റ് വളരെ സർപ്രൈസിങ് ആയിട്ട് എനിക്ക് തോന്നി. അതൊന്ന് ഒന്ന് വാലിഡേറ്റ് ചെയ്യാനായിരുന്നു. സാർ പറഞ്ഞു, അതായത് സ്റ്റേയിങ് ഓൺ ദ ടോപ്പിക്, അതായത് കോൺട്രിബ്യൂട്ടിങ് ബാക്ക് ടു ഹോംലാൻഡ്, അതൊരു ഇമോഷണൽ ഡിസിഷൻ ആയിരിക്കരുത്, അത് ഡിസ്കറേജ് ചെയ്യുന്നു സാർ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ, അങ്ങനെ കരുതുവാണെങ്കിൽ, what should be the incentive for us to contribute back to your homeland? I think economic decision should be based on economics എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് നമ്മളുടെ എക്കണോമിക് ഡിസിഷൻ എന്താണ് എടുക്കുന്നത്? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, സ്റ്റെബിലിറ്റി ഓഫ് ക്യാപിറ്റൽ, എബിലിറ്റി ഫോർ ദ ക്യാപിറ്റൽ ടു മൂവ് ബോർഡേഴ്സ്, ഇതൊക്കെയല്ലേ നമ്മൾ സാധാരണ ഇതിൽ ചിന്തിക്കുക. ഇതിപ്പോൾ നാട്ടിലേക്ക് പണം അയക്കുന്നത് വളരെ എളുപ്പമാണ്. പക്ഷെ നാട്ടിൽ നിന്ന് പണം തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ തലവേദനയാണ്. നിയമപരമായിട്ട് തലവേദനയാണ്, ടാക്സ് വൈസ് ആയിട്ടാണെങ്കിലും തലവേദനയാണ്. നാട്ടിൽ നമ്മളില്ലാത്ത സമയത്ത് ഒരു പ്രസ്ഥാനം നടത്തി കഴിഞ്ഞാൽ, നമ്മൾ ക്യാപിറ്റലായിട്ട് ഇൻഫ്യൂസ് ചെയ്യുന്നതല്ല, ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള ബുദ്ധിമുട്ട്. നാട്ടിലൊരു ഇൻഡസ്ട്രിയൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരു ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പണം കിട്ടാനുള്ള ലീഗൽ റെമഡീസ് വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇതെല്ലാം കാരണം ഐ വുഡ് ആക്ച്വലി ബി will be very discouraging based upon the fact that, okay, I'm from Kerala, therefore I should do something. This I will not do. If I get ആഫ്രിക്കയിൽ പോയി പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന മലയാളികളുണ്ട്. അപ്പോൾ അവർ പറയുന്നത് അവിടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 100%. ഒരു വർഷം കൊണ്ട് അത് നമ്മളുടെ എന്താണ് കന്നീരോധിന് കച്ചവടക്കാർ വരുന്ന പോലെയാണ്. ആ ഒരു 4 ദിവസം കൊണ്ട് അവരുടെ ക്യാപിറ്റൽ മുഴുവൻ അവർ റിക്കവർ ചെയ്യും. പിന്നെ കിട്ടുന്നതെല്ലാം ലാഭമാണ്. അപ്പോൾ ഒക്കേഷണലി ദർ വിൽ ബി ലൂട്ടിങ്, ദർ വിൽ ബി മർഡർ. അപ്പോൾ അതെല്ലാം കോസ്റ്റ് ഓഫ് ഡൂയിങ് ബിസിനസ് ആയിട്ട് അവരങ്ങ് എടുക്കും. അപ്പം അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ദെൻ ഇറ്റ്സ് ഓക്കെ. പക്ഷേ ഇറ്റ് ഷുഡ് നോട്ട് ബി ബേസ്ഡ് അപ്പോൺ എനിത്തിങ് അതർ ദാൻ എക്കണോമിക്സ് എന്നാണ് ഞാൻ എല്ലാ സമയത്തും വിശ്വസിക്കുന്നത്. പുതിക്കൽ എന്ന് പറയുന്ന സ്റ്റോറൊക്കെ നടത്തുന്ന ഫാമിലിയാണോ? അതെ അതെ. ബോബുവിന്റെ ഫാദർ എഞ്ചിനീയറിംഗ് കോളേജ് പ്രൊഫസർ ആയിരുന്നു. ശരി. പുതിക്കൽ അവിടെ ജോർജ് ഒക്കെ, ഞാൻ മംഗലത്ത് കൊണ്ട് പോകുന്ന വഴിക്ക് ഒരു പുതിക്കൽ ഫാമിലി ഉണ്ട്. PM ജോർജ് സാറിനെ അറിയോ? അറിയാം. സാറിന്റെ മോനാണ്. ഓക്കെ. ഞങ്ങളുടെ അങ്ങോട്ട് പോകുന്ന വഴിക്കല്ലേ, സബ്സ്റ്റേഷൻ കഴിഞ്ഞ് പോകുമ്പോഴല്ലേ സാർ? ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, PM ജോർജ് ഞാൻ ഒരുമിച്ച് ഹൈസ്കൂളിൽ പഠിച്ചതാ. ശരി, ഓക്കെ. മോനെ അറിയായിരിക്കില്ലല്ലോ, ഓർക്കണമെന്നില്ലല്ലോ അല്ലേ? നമുക്ക് ഇനി ആർക്കും ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സ്വകാര്യ ചോദ്യം ചോദിച്ചോട്ടെ? തീർച്ചയായിട്ടും. രണ്ടാമനോടാണ്. ഞാൻ പെരുമ്പാവൂർക്കാരനാണ് നേരത്തെ പറഞ്ഞു. ഇതിപ്പോ അല്ലപ്ര അല്ല, വെങ്ങോല കവലയിലും കാലടി കവലയിലുള്ള ഒരു ഗോസിപ്പാണ്. MT രണ്ടാമൻ 2024 അസംബ്ലി ഇലക്ഷന് പെരുമ്പാവൂരിൽ ഒരു സ്ഥാനാർത്ഥി ആയിരിക്കും. അങ്ങനെ വല്ല അതിമോഹങ്ങളും ഉണ്ടോ? ഞങ്ങളിവിടെ ഇത് സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് അതിനെപ്പറ്റി പകുതി തമാശയായിട്ടും പകുതി കാര്യമായിട്ടും പറയായിരുന്നു. എനിക്ക് രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യം ഉണ്ട് ശരിക്കും. പക്ഷേ ഞാൻ എൻ്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരല്പം ക്യാപിറ്റലിസ്റ്റിക് റൈറ്റ് ഓഫ് സെൻറ്റർ പൊളിറ്റിക്സ് ആണ്. അത് കേരളത്തിൽ ഇന്ന് ഇല്ല. കേരളത്തിൽ ഇന്ന് ഉള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ലെഫ്റ്റ് ഓഫ് സെൻറ്റർ പൊളിറ്റിക്സ് ആണ്. അത് വാസ്തവത്തിൽ എൻ്റെ ഐഡിയോളജി ആയിട്ട് ചേർന്ന് പോകുന്നതല്ല. പിന്നെ വേണ്ടത്, ഞാൻ രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ട്. അപ്പോൾ എനിക്ക് 2 ചോയ്സാണുള്ളത്. ഒന്ന്, ഐ ഗെറ്റ് ഇൻ ടു പൊളിറ്റിക്സ് ആൻഡ് ട്രൈ ടു ക്രിയേറ്റ് ദാറ്റ് റൈറ്റ് ഓഫ് സെൻറ്റർ സ്പേസ്. ദാറ്റ് നീഡ് ലോട്ട് ഓഫ് സ്റ്റാമിന. കേരളത്തിൽ രാഷ്ട്രീയം അത്ര എളുപ്പമല്ല. അല്ലെങ്കിൽ രാഷ്ട്രീയം തരുന്ന അധികാരത്തിൻ്റെ ചില ട്രാപ്പിംഗ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പം MLA മന്ത്രി പോലെയുള്ള, അതിനുവേണ്ടി ഐഡിയോളജി ഇല്ലാതെ പോവുക. പക്ഷെ അതിൽ എനിക്ക് ഇന്നൊരു താല്പര്യമില്ല. ഈ ഒരു MLA ആവുക അല്ലെങ്കിൽ മന്ത്രി ആവുക എന്നുള്ളതിൽ ഒരു താല്പര്യമില്ല. പക്ഷെ റൈറ്റ് ഓഫ് സെൻറ്റർ സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതിൽ ഉൾപ്പെടുകയായിരുന്നു. സോ ദെയർഫോർ വാട്ട് ഐ പ്ലാൻ ടു ഡു
is to almost create എൻ്റെ റിട്ടയർമെന്റ് പ്ലാൻ എന്ന് പറയുന്ന ഒരു ലീഡർഷിപ്പ് സെന്റർ സ്ഥാപിക്കുക എന്നുള്ളതാണ്. ടു ഗീവ്, ഇപ്പം ആദ്യം ചോദിച്ചല്ലോ നമ്മളുടെ യങ്ങറായിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവരുന്നത്, പക്ഷെ യങ്ങർ അല്ലാത്ത ആളുകൾക്ക് എങ്ങനെയാണ് ഒരു ലിറ്ററസി കൊടുക്കേണ്ടത്. ഇപ്പം ഡിജിറ്റൽ ലിറ്ററസി ആണെങ്കിൽ, അല്ലെങ്കിൽ AI ലിറ്ററസി ആണെങ്കിൽ, IPR ലിറ്ററസി ആണെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് എക്സ്പോഷർ കൊടുക്കുന്നത് എങ്ങനെയാണ്. ഇങ്ങനെയുള്ള തരത്തിൽ പൊളിറ്റിക്സിനെ ഇൻഫ്ലുവൻസ് ഫ്രം ഔട്ട്സൈഡ് ത്രൂ ദ ആക്ടേഴ്സ്, ബട്ട് ഗിവിംഗ് ദം ദാറ്റ് ക്യാപിറ്റൽ ഈസ് നോട്ട് നെസസറിലി ബാഡ് തിങ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക, സ്പേസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ. താങ്ക് യു. താങ്ക് യു ജോസേട്ടാ. നമ്മൾ പറഞ്ഞ പോലെ സമയം കുറച്ച് ആയിരിക്കുന്നു. ഞാനൊരു അഭിപ്രായം മാത്രം പറയാനാണ് ഇതിൽ ആഗ്രഹിക്കുന്നത്. ആദ്യം ഡോക്ടർ മുരളി പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ രാഷ്ട്രീയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിന് ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാലം. അതിന്റെ ഒരു കാരണം ഒരുപക്ഷെ നല്ല ദീർഘവീക്ഷണമുള്ള നേതാക്കന്മാര് ഇല്ലാത്ത അവരുടെ അഭാവമായിരിക്കാം. ഒരുപക്ഷെ ആദ്യം ഡോക്ടർ മുരളി പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാര് ഇതിന്റെ മുഖ്യമന്ത്രിയോ അതുപോലെ ഭരണ സ്ഥിര കേന്ദ്രങ്ങളിലോ വരാത്തതിന്റെ ഒരു അപാകത ഉണ്ടായിരിക്കാം. പ്രവാസികളായ പലരും വളരെ ആകാംക്ഷയോടും വളരെ ഉത്സാഹത്തോടും കൂടി പല കാലഘട്ടങ്ങളിലും പല മാറി വന്നുകൊണ്ടിട്ടുള്ള ഗവൺമെന്റുകളുണ്ട്, മാർക്സിസ്റ്റ് ആണെങ്കിലും കോൺഗ്രസ് ആണ് ഗവൺമെന്റുകൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ വളരെ പൈസകൾ ഇൻവെസ്റ്റ് ചെയ്ത് കേരളത്തിൽ പല വ്യവസായങ്ങളും തുടങ്ങാൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാനൊക്കെ ഉള്ള മുൻപന്തിയിൽ വന്നിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഗവൺമെന്റുകൾ വാഗ്ദാനം കൊടുത്തതല്ലാതെ അവരെ ബുദ്ധിമുട്ടിപ്പിച്ച് ലാസ്റ്റ് മേലിൽ ഒരു കാലത്തും കേരളത്തിൽ ഒരു വ്യവസായം ചെയ്യില്ല എന്നുള്ള ഒരു രീതിയിലുള്ള പ്രതിജ്ഞ എടുത്ത് തിരിച്ചു വന്നിട്ടുള്ള ഒത്തിരി പേരെ നമുക്കറിയാം. നമ്മൾ സ്ഥിരം കാണുന്നതാണ്. പലരും ആത്മഹത്യകളിലും ഒക്കെ ചെന്നുപെട്ടിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അതിന് മാറ്റങ്ങൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ദിശാബോധമുള്ള ദീർഘവീക്ഷണമുള്ള ഡോക്ടർ മുരളി പറഞ്ഞതുപോലെയുള്ള രാഷ്ട്രീയത്തിന് അതീതമായി ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തെ സേവിക്കുവാൻ സന്നദ്ധതയുള്ള നല്ല ആളുകൾ ദീർഘവീക്ഷണത്തോടുകൂടി അജണ്ടയില്ലാതെ കേരളത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന രീതിയിൽ നല്ല പ്രിൻസിപ്പിൾ ബേസ്ഡ് ആയിട്ടുള്ള ആളുകൾ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇന്നത്തെ സെഷൻ വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്ത ഡോക്ടർ മുരളിയോടുള്ള നന്ദി ഈ അവസരത്തിൽ ഓൺ ബിഹാഫ് ഓഫ് മാർ അത്തനേഷ്യസ് ആർട്സ് ആൻഡ് സയൻസ് അലുമിനി USA we extend our sincere gratitude to you. ആൻഡ് ഇന്നത്തെ ഈ സെഷന്റെ ഔപചാരികമായിട്ടുള്ള ഒരു സെഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഔപചാരികയുടെ പേരിൽ ഉള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് വോട്ട് താങ്ക്സിന് വേണ്ടി നമ്മുടെ ട്രഷറർ ജോർജ് മാലിയലിനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ കേരളത്തിലെ കോതമംഗലത്തിനടുത്ത് കവളനാട് നിന്നാണ് സംസാരിക്കുന്നത്. സാധാരണ ഒരു സെഷൻ നമ്മൾ പല സെഷൻ നടത്തിയിട്ടുണ്ട്. നമ്മുടെ സെഷൻ മാത്രമല്ല, പല സെഷനും അതിൻ്റെ അവസാനം വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ വരുമ്പോൾ പീക്ക് ടൈമിൽ ഉണ്ടായിരുന്നതിൻ്റെ ഒരു പകുതി ആളുകളെ ഉണ്ടാവാറുള്ളൂ. പക്ഷെ ഇന്ന് ഞാൻ നമ്പർ നോക്കുമായിരുന്നു. ആദ്യം തുടക്കത്തിലുണ്ടായിരുന്ന അതേ ആളുകൾ തന്നെ ഇപ്പോഴും ഉണ്ട്. അത് ഈ മുരളി, ഇന്നത്തെ നമ്മുടെ പ്രഭാഷണം നടത്തിയ മുരളി സാറിനോടുള്ള ഒരു നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ 1 മണിക്കൂറാണ് ഉദ്ദേശിച്ചത്, 1.5 മണിക്കൂറായി. എന്നിട്ടും ആളുകൾ അത് കേൾക്കാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ, ഞാൻ പലപ്പോഴും യൂട്യൂബിൽ സാറിൻ്റെ ഒരു ഫോളോവറാണ്, ഒരുപാട് കേൾക്കാറുണ്ട്. ഇപ്പോൾ തന്നെ ഈ മീറ്റിങ്ങിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും. നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ സാധാരണ ഒരു പൊളിറ്റീഷ്യനിൽ നിന്ന് കിട്ടുന്ന ആൻസർ അല്ല. കറക്റ്റ്, അത് പുതിയ ഒരു ചിന്താഗതിയിൽ ഇപ്പോഴത്തെ നമ്മൾ കാലം മുന്നോട്ട് എങ്ങനെ പ്രത്യേകിച്ച് കേരളത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിൽ വ്യക്തമായ ഒരു ധാരണയോടുകൂടി വരുന്ന ഒരു ആൻസറാണ്. അതിന് കേരളത്തിലെ ഈ പൊളിറ്റിക്സും അല്ലെങ്കിൽ ഇവിടുത്തെ അധികാരികൾ പ്രയോജനപ്പെടുത്തണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഞാൻ എപ്പോഴും കോട്ട് ചെയ്യാറുള്ള ഒരു വാചകമുണ്ട് സാറിൻ്റെ. കഴിഞ്ഞ ഞങ്ങളുടെ ഹൈസ്കൂൾ റീയൂണിയനിൽ ഞാൻ പറഞ്ഞു, അത്
ഒരു പ്രസംഗത്തില് മുരളി സാറ് പറഞ്ഞു, നിങ്ങൾ പഠിക്കുമ്പോൾ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കണം. നിങ്ങൾ ഏത് സ്കൂളിൽ ചെന്നാലും കോളേജിൽ ചെന്നാലും സിലബസ് ഒന്നായിരിക്കും. ടീച്ചേഴ്സിന്റെ ക്വാളിറ്റി നോക്കിയാൽ ഗവൺമെന്റ് കോളേജിൽ മോശമാവണമെന്നില്ല, അവിടെ സ്റ്റുഡൻസ് ആയിരിക്കും മോശം. നല്ല സ്കൂളിൽ ചെന്നാലും ഗവൺമെന്റ് കോളേജിലൊക്കെ ടീച്ചേഴ്സിന്റെ ക്വാളിറ്റിയിൽ നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതിന്റെ വ്യത്യാസം നമ്മുടെ കൂടെ ഇരിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കും, നമ്മുടെ ക്ലാസ്മേറ്റ്സ് ആയിരിക്കും എന്ന ഒരു പ്രസംഗത്തിൽ ഞാൻ കേട്ടു. അത് ഞാൻ പല സ്ഥലത്തും കോട്ട് ചെയ്യാറുണ്ട്. അതുപോലെ ഇന്ന് ഈ നമ്മളോടത്ത് സംബന്ധിക്കുവാനായിട്ട് അനുവാദം തന്ന പഠിച്ചതാണ് 92 ബാച്ച് മെക്കാനിക്കല്. നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇത്രയും നേരം ഈ 1.5 മണിക്കൂറും പ്രഭാഷണം, ആ ഒരു സംവാദത്തിന് നിന്ന നിങ്ങൾ ഓരോരുത്തരോടുള്ള നന്ദിയും, ഇത് സംഘടിപ്പിച്ചതിൽ ഏറ്റവും ഈ അഭിപ്രായം മുന്നോട്ട് വെച്ച നമ്മുടെ പ്രസിഡന്റ് സാബു സ്കറിയോടുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി. Thank you, Bye-bye. Dr. Murali, do you have to say anything just before we? No, thank you for giving the space and time. Thank you. Thank you again, and we will meet again sometime next year. Yeah. Okay, thanks again. Thank you, sir. Bye, Sajan. എല്ലാവർക്കും we wish you a great Good weekend. weekend.